മേടക്കൂറുകാരുടെ സെപ്റ്റംബർ 8 മുതൽ ഒക്ടോബർ 8 വരെയുള്ള മാസഫലമാണ് ഇവിടെ പറയുന്നത്. കലാകാരന്മാർക്ക് വളരെ നല്ലതായൊരു സമയമാണ് ഈ സെപ്റ്റംബർ. അവർക്ക് പ്രശസ്തിയും അർഹിക്കുന്നതായ അവാർഡുകളും കാര്യങ്ങളൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ കൃഷിക്കാർക്ക് വളരെ നല്ല സമയമാണ്. കൃഷിക്കും അതിൽ നിന്ന് റിസൾട്ട് കിട്ടാനൊക്കെയുമായി വളരെ അനുകൂലമായൊരു സമയമാണ്. പുതിയതായ വാഹനങ്ങൾ വാങ്ങാൻ, അതുമാതിരി വാഹനങ്ങൾ കിട്ടാൻ, പഴയ വാഹനങ്ങൾ മാറ്റി വാങ്ങാനൊക്കെയുള്ള നല്ല അനുകൂലമായൊരു സമയമാണ്. അതുപോലെ വിദേശത്ത് ജോലി അന്വേഷിക്കുന്നതായ ആളുകൾക്ക് ജോലി കിട്ടാൻ വളരെ അനുകൂലമായ സമയമാണ്. അതുമാതിരി പഠിക്കാൻ വിദേശത്ത് പോകാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കിട്ടാൻ വളരെയധികം സാധ്യതയുള്ള സമയമാണ് സെപ്റ്റംബർ. അതുമാതിരി വിദ്യാർത്ഥികൾക്ക് വളരെയധികം പഠിക്കാൻ ഉത്സാഹവും അതുപോലെ പഠിക്കാൻ ചുറുചുറുക്കും ഉണ്ടാവുന്നതായൊരു സമയമാണ്. അതിൻ്റെ റിസൾട്ടും അവർക്ക് നന്നായിട്ട് കിട്ടുന്നതായൊരു സമയമാണ് ഈ സെപ്റ്റംബർ. മേടക്കൂറുകാർക്ക് പുതിയതായ വരുമാന മാർഗങ്ങൾ കിട്ടാൻ ഉണ്ടാകാനുമുള്ളതായ സാധ്യതയുള്ള സമയമാണ്. അതുമാതിരി പഴയ വരുമാന മാർഗങ്ങൾ മെച്ചപ്പെടാനും കൂടുതൽ വരുമാനം ഉണ്ടാകാനുമുള്ള സമയമാണ് ഈ സമയം. അതുമാതിരി പ്രോപ്പർട്ടി വാങ്ങാൻ വളരെ കാലമായി ആഗ്രഹിക്കുന്നതായ ആളുകൾക്ക് പ്രോപ്പർട്ടി വാങ്ങാൻ കഴിയുന്നതായൊരു സമയമാണ് ഈ സമയം. അതുമാതിരി വീട്ടിലൊക്കെ ഭാഗം വയ്ക്കുക, പൂർവിക സ്വത്തുകൾ, നിലം, ഇതൊക്കെ കിട്ടാൻ അനുകൂലമായൊരു സമയമാണ് ഈ സമയം എന്ന് പറയുന്നത്. മേടക്കൂറുകാർക്ക് സെപ്റ്റംബറിൻ്റെ ആദ്യ പകുതി സൂര്യൻ 5-ലാണ്. 5-ലുള്ള സൂര്യൻ പൊതുവെ നല്ലതായിട്ടല്ല നമ്മൾ പറയുക. അത് ഒരുപാട് മനോവിഷമങ്ങൾ, മനസ്സിന് ഇഷ്ടമില്ലാത്ത വാർത്തകൾ കേൾക്കേണ്ടി വരും. മനസ്സിന് അനാവശ്യമായ ചിന്തകൾ വന്നിട്ട് അനാവശ്യമായ ദുഃഖങ്ങൾ ഉണ്ടാവുന്നതായൊരു സമയമാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും അരിഷ്ടതകൾ, പല രോഗങ്ങൾ, ഓൾറെഡി രോഗങ്ങളുള്ളതായ ആളുകൾക്ക് ആ രോഗം മൂർച്ഛിക്കാനും അല്ലെങ്കിൽ അതുകൊണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനും ഒക്കെ ഉണ്ടാവുന്ന രോഗങ്ങൾ ഉണ്ടാവുന്നതായൊരു സമയങ്ങളാണ് ആദ്യ പകുതിയിൽ വരാനുള്ള സാധ്യത. അതുപോലെ നമ്മുടെ മിത്രങ്ങൾ പലപ്പോഴും കലഹങ്ങളുണ്ടായി ശത്രുക്കളാവാൻ ഒരു സാധ്യതയുള്ള ഒരു സമയമാണ് ഈ സൂര്യൻ 5-ലുള്ള സമയം നമ്മൾ പറയാം. നമ്മുടെ ശത്രുക്കൾ തന്നെ നമ്മുടെ മിത്രങ്ങൾ തന്നെ നമ്മുടെ ശത്രുക്കളായി മാറുന്നൊരു സമയമായിട്ട് പറയുന്നുണ്ട്. സെപ്റ്റംബറിൻ്റെ 2-ാം പകുതിയിൽ സൂര്യൻ 6-ലേക്ക് പോകും. 6-ലേക്ക് പോകുന്ന സൂര്യൻ വളരെ നല്ല ഫലങ്ങളാണ് ചെയ്യുക. അതുപോലെ ഇവിടെ സൂര്യൻ 5-ൽ നിന്ന് ചെയ്തതായ ബുദ്ധിമുട്ടുകളെല്ലാം സൂര്യൻ 6-ലേക്ക് മാറുമ്പോൾ മാറ്റുമെന്നാണ് പറയുക. അതായത് നമുക്ക് നമ്മുടെ രോഗങ്ങൾക്കെല്ലാം ശമനം, നമ്മുടെ മനസ്സിന് ഉണ്ടായ ദുഃഖങ്ങളെല്ലാം മാറുക, സന്തോഷ വാർത്തകൾ കേൾക്കാനിട വരിക, നമ്മുടെ രോഗങ്ങൾ വളരെ കാലമായിട്ടുണ്ടായിരുന്ന രോഗങ്ങളൊക്കെ മാറിപ്പോകാനുള്ളത് ഉണ്ടാവുക. അതുമാതിരി പുതിയ വൈദ്യ വഴികൾ കണ്ടുപിടിക്കുകയും അതുമാതിരി പുതിയ മെഡിക്കേഷൻ എടുക്കുകയും ആ രോഗത്തിൽ നിന്ന് മാറിപ്പോകാനുള്ള സാധ്യത, അതുമാതിരി ശത്രുക്കളുടെ ഇല്ലായ്മ ഉണ്ടാവുക, അതായത് ശത്രുക്കൾ മിത്രങ്ങളായി മാറുന്നതായ സാഹചര്യം ഉണ്ടാവുക. അതെല്ലാമാണ് നമ്മൾ 6-ലെ സൂര്യനെ കൊണ്ട് പറയുക. മേടക്കൂറുകാർക്ക് സൂര്യൻ 6-ലാവുമ്പോൾ അവർക്ക് അതിനെ കൊണ്ട് നല്ല ഫലങ്ങളാണ് പിന്നീട് ഉണ്ടാവുക. മേടക്കൂറുകാർക്ക് വ്യാഴം 2-ലാണ് ഇപ്പോൾ ഉള്ളത്. 2-ലെ വ്യാഴം അവർക്ക് നല്ല ഫലങ്ങൾ കൊടുക്കും. സാമ്പത്തികമായ സുഖങ്ങളുണ്ടാവും. അതുമാതിരി ധനാഗമനങ്ങൾ കൂടുതലുണ്ടാവും. പല തരത്തിലുള്ള സുഖം അനുഭവിക്കാനും 2-ലെ വ്യാഴം അവരെ സഹായിക്കും. വ്യാഴം പൊതുവെ ശുഭഗ്രഹമായതുകൊണ്ട് നല്ല ഫലങ്ങൾ അവർക്ക് കിട്ടുന്നതായിരിക്കും. മേടക്കൂറുകാർക്ക് ശുക്രൻ ആദ്യ പകുതിയിൽ 6-ലും 2-ാം പകുതിയിൽ 7-ലുമാണ് വരുന്നത്. 6-ലും 7-ലും വരുന്ന ശുക്രൻ മോശം ഫലത്തെയാണ് അവർക്ക് നൽകുക. പൊതുവെ അത് നല്ലതല്ല പറയുക. സാമ്പത്തികമായിട്ടും ആണെങ്കിലും ശാരീരികമായിട്ടും അരിഷ്ടതകളും ബുദ്ധിമുട്ടുകളാണ് ശുക്രൻ ഈ നീചസ്ഥാനത്ത് 6-ലും 7-ലും നിൽക്കുമ്പോൾ പറയുന്നത് നമ്മൾ. മേടക്കൂറുകാർക്ക് ചൊവ്വ 3-ലാണ്. 3-ലെ ചൊവ്വ നല്ലതാണ്. അവർക്ക് ധാരാളം മിത്രങ്ങൾ ഉണ്ടാവുമെന്നാണ് നമ്മൾ പറയുക അതിനെ കൊണ്ട്. അതുപോലെ ഭാഗം കിട്ടാൻ, നിലം, അതുമാതിരി ഭാഗം നമുക്ക് കിട്ടാനായിട്ട് നമ്മുടെ പൂർവിക സ്വത്ത് ഭാഗം, നിലമൊക്കെ ഉള്ളത് ഭാഗം വെച്ച് നമ്മുടെ പേരിലാവാനും അതുമാതിരി സ്ഥലം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ പറ്റുന്നതായൊരു സമയമാണ് 3-ലെ ചൊവ്വയെ കൊണ്ട് നമുക്ക് കിട്ടുക. ഇവർക്ക് മേടക്കൂറുകാർക്ക് ബുധൻ 4-ലും 5-ലും 6-ലും സഞ്ചരിക്കുന്നുണ്ട് ഈ സെപ്റ്റംബറിൽ. അതിൽ 4-ഉം 6-ഉം അവർക്ക് ഗുണം ചെയ്യും. അതുമാതിരി 5 കുറച്ച് ദോഷം ചെയ്യുന്നതാണ് നമ്മൾ പറയുക. 4-ഉം 6-ഉം കൊണ്ട് അവർക്ക് ധനലാഭം, അതുമാതിരി മനസ്സന്തോഷമുള്ള കാര്യങ്ങൾ, അതുമാതിരി ജോലി കിട്ടാനൊക്കെയുള്ള സാധ്യതകൾ, അങ്ങനെയുള്ള നല്ല ഗുണങ്ങൾ ഉണ്ടാവുമെന്നാണ് നമ്മൾ പറയാം.
ഇതൊക്കെയാണ് നമുക്ക് മേടക്കൂറുകാരുടെ സെപ്റ്റംബർ മാസഫലത്തെക്കുറിച്ച് പറയാനുള്ളത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായ പുതിയ ജ്യോതിഷ വീഡിയോകൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും. 1200 പുതുവർഷ ഫലം അറിയാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇടവക്കൂറുകാരുടെ സെപ്റ്റംബർ മാസഫലത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇടവക്കൂറുകാർക്ക് ശുക്രൻ സെപ്റ്റംബറിൽ 5 മാറിലായിട്ട് വരുന്നത്. 5 ശുക്രൻ നല്ലതാണ്, നല്ല ഫലങ്ങളാണ് ഇവർക്ക് കൊടുക്കാൻ പോകുക. അനുകൂലമായ സമയമായിരിക്കും ശുക്രൻ കൊടുക്കുക. സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനങ്ങൾ ഉണ്ടാവാൻ പറ്റുന്ന സമയമാണ്. അതുമാതിരി ഉള്ളതായ സന്താനങ്ങളെ കൊണ്ട് സന്തോഷമുള്ള വാർത്തകൾ കേൾക്കാനുള്ള സ്ഥിതി ഉണ്ടാവും. കൂടുതൽ ധനം വരാനുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാവും. പുതിയ ധനാഗമന വഴികൾ കണ്ടെത്താൻ പറ്റും. തൊഴിലിൽ ഓൾറെഡി ഉള്ളവർക്ക് തൊഴിലിൽ ഗുണവും പ്രമോഷനൊക്കെ കിട്ടും. തൊഴിലില്ലാത്തവർക്കോ തൊഴിൽ അന്വേഷിക്കുന്നതോ ആയവർക്ക് പുതിയ തൊഴിൽ കിട്ടാൻ സാധ്യതയുള്ള സമയമാണ്. ഗൾഫിലൊക്കെ ജോലിയോ അല്ലെങ്കിൽ UK ജോലിക്ക് ശ്രമിക്കുന്നതായിരിക്കും നല്ല സമയമായൊരു ടൈമാണ് ശുക്രൻ തരിക അവർക്ക്. ഇടവം രാശിക്കാർക്ക് വ്യാഴം ജന്മരാശിയിലാവുന്നത് അത്ര നല്ലതായ ഫലങ്ങളല്ല തരിക. അവരുടെ ഈ സമയത്ത് വ്യാഴം കൊണ്ട് ബുദ്ധിക്ക് മാന്ദ്യം സംഭവിക്കുന്നതാണ് പറയുക. അതായത് ഒരു മന്ദത സംഭവിക്കും, എന്തിലും ഒരു അശ്രദ്ധ അവർക്ക് പടരുമെന്നാണ് പറയുക. ധനനഷ്ടമുണ്ടാകും. വരവിനെ കൂടുതൽ ചെലവ് ഉണ്ടാകുന്നതായ സമയമായിരിക്കും വ്യാഴം കൊണ്ടുവരിക. ജോലിയിൽ മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ഓൾറെഡി ചെയ്യുന്നതായ ജോലിയിൽ കലഹങ്ങൾ മൂലമോ അശ്രദ്ധ മൂലം കൊണ്ടോ ജോലി നഷ്ടപ്പെടുകയോ വേറെ ജോലിയിലേക്ക് മാറാനുള്ളതായ സാധ്യതയുള്ളതായൊരു സമയമാണ്. ധനച്ചെലവ് വളരെയധികം ശ്രദ്ധിക്കേണ്ടതായൊരു സമയമാണ് ഈ സമയത്ത്. അതുമാതിരി സുഹൃത്തുക്കളിൽ നിന്നും മേലധികാരികളിൽ നിന്നും കലഹങ്ങളോ ക്ലേശങ്ങളോ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുമാതിരി ആരോഗ്യം ശ്രദ്ധിക്കേണ്ടതായ സമയമാണ്. ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യതയുള്ളതായൊരു സമയമാണ്. പക്ഷേ ഈ വ്യാഴം കൊണ്ട് തന്നെ ഗുണങ്ങളും ഉണ്ടാവാം. അതായത് ജോലി പോകുന്നതായ ജോലി കൊണ്ട് വേറെ നല്ല ജോലി കിട്ടാനുള്ള ഒരു സാധ്യത ഉണ്ടാവും. UK അല്ലെങ്കിൽ ഗൾഫിലേക്കോ ഒക്കെ പോകാൻ താല്പര്യപ്പെടുന്നതായ ആളുകൾക്ക് പറ്റിയ സമയമായി അവർക്ക് സഹായം കിട്ടുന്നതായൊരു സമയമാവും. സന്താന ഭാഗ്യങ്ങളും വിവാഹത്തിനും എല്ലാം പറ്റിയ സമയമാണ്. വിവാഹം കഴിയാത്തവരുടെ വിവാഹം കഴിയാൻ പറ്റിയതായൊരു സമയമാണ്. അതുമാതിരി സന്താനം ഉണ്ടാവാൻ പറ്റിയതായ ഒരു സമയമാണ് വ്യാഴത്തിനെ കൊണ്ട്. ഇടവം രാശിക്കാർക്ക് ബുധൻ 3, 4, 5 രാശികളിലാണ് വരിക. 4 ബുധൻ അവർക്ക് ഒരുപാട് ഗുണങ്ങൾ ചെയ്യും. ധനലാഭം, അതുമാതിരി അഭിവൃദ്ധി, അതുമാതിരി സുഖവും സന്തോഷവും പ്രദാനം ചെയ്യുന്നതാണ്. പക്ഷേ 3ലെയും 5ലെയും ബുധൻ നിൽക്കുന്ന സമയത്ത് ഇവർക്ക് ചില ബുദ്ധിമുട്ടുകളും അരിഷ്ടതകളും ഉണ്ടാവും. ശത്രുക്കളെ കൊണ്ട് ഉപദ്രവങ്ങളുണ്ടാവും. വീട്ടിലാണെങ്കിലും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലാണെങ്കിലും കലഹങ്ങൾ ഉണ്ടാവാൻ ഉള്ള സമയമാണത്. പക്ഷെ 4 ബുധൻ അനുകൂലങ്ങളാണ്. ധനലാഭം ഉണ്ടാവും, വിദ്യാഗുണം, അതുപോലെ ഈ ശത്രുക്കൾ പോലും മിത്രങ്ങളാവുന്നതായൊരു സമയമായിരിക്കും അത്. ഇടവക്കൂറുകാർക്ക് ചൊവ്വ നിൽക്കുന്നത് 2ലാണ്. 2ലെ ചൊവ്വ നല്ലതല്ല, നല്ല ഫലങ്ങളല്ല തരിക. അവർക്ക് ധനച്ചെലവ് ധാരാളമായിട്ട് വരും. വരുന്നതിനേക്കാൾ കൂടുതൽ ചിലവ് വരുന്നൊരു സമയം വരും. അതുമാതിരി ഡോക്യുമെൻറ്റ്സൊക്കെ സൂക്ഷിച്ച് വെക്കേണ്ടതായ ഒരു സിറ്റുവേഷൻ വരും. ശത്രുക്കളെ കൊണ്ട് ഉപദ്രവമൊക്കെ ഉണ്ടാവുന്നതായ സമയമാണ് ചൊവ്വ 2ൽ നിൽക്കുമ്പോൾ. അതുമാതിരി മാനസികമായ അസ്വസ്ഥതകൾ ഉണ്ടാവും മറ്റുള്ളവരെ കൊണ്ട്. അതുമാതിരി നമ്മൾ എന്ത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും അത് കൂടുതൽ വട്ടം ചെയ്യേണ്ടതായ ഒരു രീതി തോന്നും. അതായത് കാര്യതടസ്സങ്ങൾ ഉണ്ടാവാൻ സാധ്യതകളുണ്ട് ഒരു സമയമാണ്. ധനപരമായ ബുദ്ധിമുട്ടും ഉണ്ടാവാൻ സാധ്യതയുണ്ട് ചൊവ്വയെ കൊണ്ട്. കൂറുകാർക്ക് സൂര്യൻ 4ലും 5ലുമാണ് സെപ്റ്റംബറിൽ ഉണ്ടാവുക. സെപ്റ്റംബർ 17 വരെ 4ലും പിന്നീട് 5ലേക്കും മാറും. രണ്ടും നല്ലതല്ല. ശത്രുപരമായ ബുദ്ധിമുട്ടുകളും അതുമാതിരി മനസ്സിന് ദുഃഖങ്ങൾ ഉണ്ടാവാനും ശരീരത്തിന് അസ്വസ്ഥതകളും ആരോഗ്യപരമായ ചില ബുദ്ധിമുട്ടുകളും ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കലഹങ്ങൾ ഉണ്ടാവാം. അതുപോലെ പ്രേമിക്കുന്നവർ തമ്മിലാണെങ്കിലും കലഹങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ്. ധനപരമായ ബുദ്ധിമുട്ടും സൂര്യൻ ഈ സമയത്ത് സൃഷ്ടിക്കുമെന്നാണ് പറയുക. ഇതൊക്കെയാണ് ഇടവക്കൂറുകാരെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇടവക്കൂറുകാർക്ക് ശനി കണ്ടകഭാവത്തിൽ 10ലാണ് നിൽക്കുന്നത്.
കണ്ടകശനി ചില്ലറ തടസ്സങ്ങൾ ഇവർക്ക് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. സാധാരണ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ വട്ടം ചെയ്താലേ അവർക്ക് കണ്ടകശനി സമയത്ത് റിസൾട്ട് കിട്ടുള്ളൂ. അത് വേണ്ട പ്രാർത്ഥനകൾ നടത്തി മുന്നോട്ട് പോയാൽ അതിൽ നിന്ന് അവർക്ക് പരിഹാരമായി കിട്ടുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായ പുതിയ ജ്യോതിഷ വീഡിയോകൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും. 1200 പുതുവർഷ ഫലം അറിയാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. മിഥുനക്കൂറിൻ്റെ സെപ്റ്റംബർ മാസത്തിലെ ഫലമാണ് നമ്മളിവിടെ പറയുന്നത്. മിഥുനക്കൂറുകാർക്ക് ശുക്രൻ 4ലും 5ലുമായിട്ടാണ് സെപ്റ്റംബറിലുള്ളത്. ഇത് വളരെ അനുകൂലമായ ഫലങ്ങളാണ് മിഥുനക്കൂറുകാർക്ക് ചെയ്യുക. അവർക്ക് പല വഴിയിലൂടെ പുതിയ ധനാഗമന സ്രോതസ്സുകൾ കണ്ടെത്താൻ പറ്റുന്ന സമയമാണ്. ജോലിയില്ലാത്തവർക്ക് ജോലി കിട്ടാനും ജോലിയുള്ളവർക്ക് അതിൽ ഉയർച്ച പ്രമോഷനും കാര്യങ്ങളും കിട്ടാനും പറ്റിയ സമയമാണ്. ബിസിനസ്സുകാരായ മിഥുനക്കൂറുകാർക്ക് ലാഭം പ്രോഫിറ്റ് കൂടാനുള്ളതായ സമയമാണ്. സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനങ്ങൾ ഉണ്ടാവാൻ പറ്റിയ സമയമാണ്. കുടുംബത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വളരെ സ്വരച്ചേർച്ചയും സന്തോഷവും മനസ്സുഖവും ഉണ്ടാവാൻ പറ്റുന്നതായ ഒരു സമയമാണ് ശുക്രനെ കൊണ്ട്. മിഥുനക്കൂറുകാർക്ക് ചൊവ്വ ജന്മത്തിലാണ്. ഈ സമയത്ത് ചൊവ്വയെ കൊണ്ട് നല്ല ഫലങ്ങളല്ല മിഥുനക്കൂറുകാർക്ക് കിട്ടാൻ സാധ്യത. വാഹനാപകടങ്ങൾ, തട്ടൽ, മുട്ടൽ അതിനൊക്കെയുള്ള സാധ്യതയുണ്ട്. എല്ലാ കാര്യങ്ങളിലും ഒരു മന്ദത കാണാൻ കഴിയും. അതായത് കൂടുതൽ വർക്ക് ചെയ്താൽ റിസൾട്ട് കിട്ടും എന്നുള്ളൊരു അവസ്ഥ വരും. പെട്ടെന്ന് ദേഷ്യം വരുന്നതായ സിറ്റുവേഷൻ ഉണ്ടാവും. അതുമാതിരി വീട്ടിൽ ചില്ലറ വഴക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആരോഗ്യപരമായ ചില്ലറ അസ്വസ്ഥതകളും ബുദ്ധിമുട്ടും വരാനും ചൊവ്വയെ കൊണ്ട് ഈ സമയത്ത് സാധ്യതയുള്ളതായൊരു സമയമാണ്. മിഥുനക്കൂറുകാർക്ക് ശനി 9ലാണുള്ളത്. 9 ഭാഗ്യസ്ഥാനമാണെന്നറിയാലോ. അതുപോലെ അപ്പോൾ എന്ത് സംഭവിക്കും? ഭാഗ്യത്തിന് കുറവ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതൊരു നല്ല ഇതല്ല. കാര്യങ്ങൾക്കൊക്കെ പൊതുവേ നമുക്കൊരു ചെറിയ തടസ്സം ഫീൽ ചെയ്യുന്നതായൊരു സിറ്റുവേഷൻ ഉണ്ടാവാനുള്ള ഒരു സമയമാണ് പൊതുവേ. അതുപോലെ ബന്ധുക്കൾക്കാണെങ്കിലും വീട്ടിലുള്ളവർക്കാണെങ്കിലും ചെറിയ കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടും തടസ്സമൊക്കെ ഉണ്ടാക്കും ഈ 9ലെ ശനി എന്ന് പറയുന്നത്. മിഥുനക്കൂറുകാർക്ക് സൂര്യൻ 3ലും 4ലുമായിട്ടാണ് സഞ്ചരിക്കുന്നത്. 16 വരെ 3ലും ശേഷം 4ലും. 16 വരെ നല്ല ഫലങ്ങളാണുള്ളത്. മനസ്സുഖം, അതുമാതിരി ശത്രുക്കൾ മിത്രങ്ങളാവുന്ന അവസ്ഥ, രോഗങ്ങളൊക്കെ കാലങ്ങളായിട്ടുള്ളവർക്ക് അതിൽ നിന്ന് മുക്തി കിട്ടുന്നതായ സിറ്റുവേഷൻ, ജോലിയിൽ സ്ഥാനക്കയറ്റം, ബിസിനസ്സിൽ ലാഭം, അതുപോലെ പുതിയ ധനാഗമന വഴികൾ കണ്ടെത്താൻ പറ്റുക, ഇതെല്ലാം ഉണ്ടാവും. 17 ശേഷം കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതുമാതിരി ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കലഹമുണ്ടാവാൻ സാധ്യതയുണ്ട്. മനസ്സിന് ഇഷ്ടമില്ലാത്ത വാർത്തകൾ കേൾക്കേണ്ടതായ അവസ്ഥകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. പിന്നെ മിഥുനക്കൂറുകാർക്ക് ബുധൻ എന്ന് പറയുന്നത് 2ലും 3ലും 4ലുമായിട്ടാണ് സെപ്റ്റംബറിൽ സഞ്ചരിക്കുന്നത്. ഇതിൽ 2ലും 4ലും സഞ്ചരിക്കുമ്പോൾ നല്ല ഫലങ്ങളാണ് ഉണ്ടാവുക. 3ൽ ക്ലേശങ്ങളും മോശമായ ഫലങ്ങളും ഉണ്ടാവും. ആ സമയത്ത് 3ൽ സഞ്ചരിക്കുമ്പോൾ മിത്രങ്ങളൊക്കെ ശത്രുക്കളാവാൻ സിറ്റുവേഷൻ ഉണ്ട്, അങ്ങനെയുള്ളതുണ്ട്. പക്ഷേ 2ലും 4ലും സഞ്ചരിക്കുമ്പോൾ നല്ല ഫലങ്ങളാണ്. ധനാഗമനം ഉണ്ടാവാം, വീട്ടിൽ സുഖം, പൊതുവേ സന്തോഷം ഉണ്ടാവാൻ പറ്റുന്ന ഒരു സമയമാണ്. പിന്നെ മിഥുനക്കൂറുകാർക്ക് വ്യാഴം 12ലാണുള്ളത്. 12ലെ വ്യാഴം അറിയാലോ, ദോഷഫലങ്ങളാണ് തരിക. പൊതുവേ മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതുമാതിരി ധനനഷ്ടം, അതുമാതിരി അനാവശ്യമായ യാത്രകൾ ഉണ്ടാവുക, ധനച്ചെലവ്, അസുഖങ്ങളൊക്കെ വരാൻ സാധ്യത, അതുമാതിരി ജോലിയിൽ ബുദ്ധിമുട്ടുകൾ വരിക, അത് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും പൊതുവേ വ്യാഴം 12ൽ നിൽക്കുമ്പോൾ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായ പുതിയ ജ്യോതിഷ വീഡിയോകൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും. 1200 പുതുവർഷ ഫലം അറിയാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. കർക്കിടകക്കൂറുകാരുടെ സെപ്റ്റംബർ മാസഫലമാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അവർക്ക് ചൊവ്വ 12ലാണ്. 12ലെ ചൊവ്വ അത്ര നല്ലതല്ല. ധനപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, ധനാഗമനത്തിന് ബുദ്ധിമുട്ടുകൾ കാണും, അനാവശ്യമായ ചെലവുകൾ ഉണ്ടാകും, മാനസികമായ അനാവശ്യ പിരിമുറുക്കങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ അനാവശ്യമായ യാത്രകൾ വേണ്ടി വരുന്നതായൊരു സമയമാണ്. അതുകൊണ്ട് ഉണ്ടാകുന്ന ക്ലേശങ്ങളും ഉണ്ടാകാവുന്ന സമയമാണ് 12ലെ ചൊവ്വ എന്ന് പറയുന്നത്. കർക്കിടകക്കൂറുകാർക്ക് സൂര്യൻ 2ലും 3ലുമാണ് സഞ്ചരിക്കുന്നത്. 16-ാം തീയതി വരെ അവർക്ക് ഭേദപ്പെട്ട ഒരു ഫലമല്ല ഉള്ളത്.
അനാവശ്യമായ മാനസിക ബുദ്ധിമുട്ടുകൾ, മാനസിക ക്ലേശങ്ങളൊക്കെ ഉണ്ടാവാം. ദുർച്ചെലവുകൾ ഉണ്ടാവാവുന്ന ഒരു സമയമാണ്. കണ്ണിന് വേദന, അതുമാതിരിയുള്ളതായ കണ്ണ് സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ബിസിനസ്സിലെല്ലാം പ്രോഫിറ്റ് കുറയുന്നതായി കാണുന്നതായ ഒരു സമയമാണ് ഈ സമയം. കുറച്ച് ക്ലേശങ്ങളെല്ലാം സൂര്യനെ കൊണ്ട് ആ സമയത്ത് ഉണ്ടാവും. അതിനുശേഷം 17-ാം തീയതിക്ക് ശേഷം നല്ല ഫലമാണുള്ളത്. മനസ്സുഖം, അതുമാതിരി ശത്രുക്കൾ മിത്രങ്ങളായി വരുന്ന സിറ്റുവേഷൻ, ജോലി ഇല്ലാത്തവർക്ക് ജോലി ഓൾറെഡി ഉള്ളതായ ആളുകൾക്ക് പ്രൊമോഷനും കിട്ടാൻ അനുകൂലമായ സാഹചര്യമാണ്. ധനലാഭം, അതുമാതിരി പല പുതിയ ധനസ്രോതസ്സുകൾ ഉണ്ടാവാൻ പറ്റിയ സമയമാണ്. നാട്ടിൽ കീർത്തി ഉണ്ടാകാൻ പറ്റിയതായ ഒരു സമയമാണ് ആ സമയം സൂര്യനെ കൊണ്ട് എന്നാണ് പറയുന്നത്. കർക്കിടക കൂറുകാർക്ക് ബുധൻ ജന്മത്തിലും 2-ലും 3-ലുമാണ് സെപ്റ്റംബറിൽ സഞ്ചരിക്കുന്നത്. 23 വരെ അവർക്ക് അനുകൂലമാണ്. സന്തോഷമുണ്ടാവും. അതുമാതിരി സാമ്പത്തികമായ സന്തോഷങ്ങളും സാമ്പത്തികമായ നല്ല ഒരു അവസ്ഥ ഉണ്ടാവും. വാഹനങ്ങളില്ലാത്തവർക്ക് വാഹന ലാഭത്തിന് സാധ്യതയുണ്ട്. അതിനുശേഷം കുറച്ച് വഴക്കുകളും കുറച്ച് ബുദ്ധിമുട്ടുകളും മനക്ലേശങ്ങളും ഒക്കെ, ശത്രുക്കളുടെ ബുദ്ധിമുട്ടും എല്ലാം ഉണ്ടാവാൻ ബുധനെ കൊണ്ടുണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ്. കർക്കിടക കൂറുകാർക്ക് വ്യാഴം 11-ലാണ് നിൽക്കുന്നത്. 11-ലെ വ്യാഴം ഒരുപാട് നല്ലത് ഫലങ്ങളെ തരുമെന്നാണ് പറയുന്നത്. വിവാഹം കഴിയാത്തവർക്ക് വിവാഹത്തിന് സാധ്യതയുണ്ട്. അതുമാതിരി ബിസിനസ്സിലെല്ലാം പ്രോഫിറ്റ് കാര്യങ്ങളെല്ലാം വർദ്ധിക്കുന്നതായി കാണാൻ കഴിയും. സാമ്പത്തികമായി മെച്ചപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. ജോലിയിൽ ഉയർച്ചകളെല്ലാം ഉണ്ടാവാൻ പറ്റിയ സമയമാണ്. അതുമാതിരി സന്താന ഭാഗ്യം എല്ലാം ഉണ്ടാവാൻ പറ്റിയതായ സമയമാണ് 11-ലെ വ്യാഴത്തിനെ കൊണ്ട്. കർക്കിടക കൂറുകാർക്ക് ശനി അഷ്ടമത്തിലാണ്. അഷ്ടമത്തിലെ ശനി ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്നാണ് പറയുക. എല്ലാം ഒരു മാന്ദ്യം ഉണ്ടാവും, എല്ലാത്തിനും തടസ്സങ്ങളുണ്ടാവും. കൂടുതൽ വട്ടം ട്രൈ ചെയ്താലേ റിസൾട്ട് ഉണ്ടാവും എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാവും ശനിയെ കൊണ്ട്. അതുമാതിരി കർക്കിടക കൂറുകാർക്ക് ശുക്രൻ 3-ലും 4-ലുമാണ് സെപ്റ്റംബറിൽ സഞ്ചരിക്കുന്നത്. 18 വരെ മോശം ഫലങ്ങളെയാണ് തരിക. ധനപരമായ ക്ലേശം ഉണ്ടാവും, ധനപരമായ ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യേണ്ടതായി വരും. ലോണുകളോ EMI ഒക്കെ എടുക്കേണ്ടതായ അവസ്ഥ, ശത്രുക്കളെ കൊണ്ട് ശല്യം ഉണ്ടാകുന്ന സിറ്റുവേഷൻ ഉണ്ടാവും. 18-ന് ശേഷം നല്ല ഫലങ്ങളാണുള്ളത്. ധനപരമായ സന്തോഷങ്ങളുണ്ടാവും, ധനാഗമനങ്ങളുണ്ടാവും. അതുമാതിരി വീട്ടിൽ സന്തോഷം, നല്ല സന്തോഷ വാർത്തകൾ കേൾക്കാനുള്ള സാധ്യതകളെല്ലാം ആണ് ശുക്രനെ കൊണ്ട് പറയുന്നത്. ഇതാണ് കർക്കിടക കൂറുകാരുടെ സെപ്റ്റംബർ മാസത്തിനെ കുറിച്ച് നമ്മൾ പറയാനുള്ളത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായ പുതിയ ജ്യോതിഷ വീഡിയോകൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും. 1200 പുതുവർഷ ഫലം അറിയാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ചിങ്ങക്കൂറുകാരുടെ സെപ്റ്റംബർ മാസഫലമാണ് ഇവിടെ പറയുന്നത്. ചിങ്ങക്കൂറുകാർക്ക് ചൊവ്വ 11-ലാണ്. ഇത് വളരെ നല്ല ഫലങ്ങളെ അവർക്ക് കൊടുക്കുന്നതാണ്. എന്ത് കാര്യത്തിന് മുന്നിട്ടിറങ്ങിയാലും അത് വിജയിക്കാനുള്ള സാധ്യതകൾ കൂടും. അതുപോലെ അസുഖങ്ങളൊക്കെ വളരെ കാലമായി ഉണ്ടായിരുന്നതായ ആളുകൾക്ക് അത് മാറിപ്പോവാനും പുതിയ ട്രീറ്റ്മെൻറ്റുകൾ എടുക്കാനും അത് ഫലിക്കാനും ഒക്കെ ഉള്ളതായ സാധ്യതയുള്ള സമയമാണ്. ധനാഗമനത്തിന് സാധ്യതയുണ്ട്. പുതിയതായ പല രീതിയിലും അപ്രതീക്ഷിതമായ രീതിയിലും ധനാഗമനം 11-ലെ ചൊവ്വയെ കൊണ്ട് ഉണ്ടാവുന്നതായിരിക്കും. അതുമാതിരി മനസ്സിന് സന്തോഷമുള്ള വാർത്തകൾ കേൾക്കാനും പൊതുവേ ഒരു സന്തോഷം തോന്നാനും ഉണ്ടാവുന്നതായൊരു സമയമാണ്. 11-ലെ ചൊവ്വയെ കൊണ്ട് പാർട്ടീഷനൊക്കെ കഴിഞ്ഞ് നിലം കിട്ടുക, അതുമാതിരി ഭൂസ്വത്തും കാര്യങ്ങളൊക്കെ കിട്ടാൻ സാധ്യതയുണ്ടാവുന്നതായിരിക്കും. ചിങ്ങം രാശിക്കാർക്ക് സൂര്യൻ ജന്മത്തിലും 2-ലുമാണ് സെപ്റ്റംബറിൽ വരുന്നത്. പൊതുവേ ഈ സൂര്യൻ്റെ ഇതുകൾ നല്ലതല്ല. ബന്ധുക്കളുമായിട്ട് അടിപിടികളൊക്കെ ഉണ്ടാവുന്നതായ രീതികൾ വരാം. ജോലിയിൽ ബുദ്ധിമുട്ടുകൾ വരാം. ധനപരമായി ക്ലേശങ്ങൾ, ധനാഗമനത്തിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് പ്രോഫിറ്റിൽ കുറവുണ്ടാവുന്നതായ സിറ്റുവേഷൻ വരാം. പുതിയതായ സംരംഭം തുടങ്ങാൻ പറ്റിയതായ ഒരു സമയമല്ല സൂര്യനെ കൊണ്ട് നോക്കുമ്പോൾ. അതുമാതിരി അനാവശ്യമായ ചിലവുകളൊക്കെ ഉണ്ടാവാനും സാധ്യതയുണ്ട്. ശനി ചിങ്ങം രാശിക്കാർക്ക് കണ്ടകനായിട്ടാണ് നിൽക്കുന്നത്. അനാവശ്യമായ യാത്രകൾ ഉണ്ടാവേണ്ടി വരും. അതുമാതിരി പ്രണയബന്ധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മുറിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഭാര്യ ഭർത്തൃക്കന്മാർ തമ്മിൽ വഴക്കുകൾ ഉണ്ടാവാനും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ, കുടുംബത്തിൽ ചില്ലറ കലഹങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അനാവശ്യമായ ദുർച്ചെലവുകൾ ഉണ്ടാവാനായ സാധ്യത ശനിയെ കൊണ്ട് ഉണ്ടാവുന്നതായിരിക്കും. ചിങ്ങം രാശിക്കാർക്ക് ബുധൻ 12-ലും ജന്മത്തിലും 2-ലുമാണ് സെപ്റ്റംബറിൽ വരുന്നത്. 23 വരെ ഇവർക്ക് അത് ദോഷസ്ഥാനത്തായിരിക്കും. 23 കഴിഞ്ഞാൽ അവർക്ക് നല്ല സ്ഥാനത്തായിരിക്കും.
23 വരെ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ അനാവശ്യമായ ചിലവുകൾ ബുധനെ കൊണ്ടുണ്ടാവും. അനാവശ്യമായ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ, മിത്രങ്ങൾ തമ്മിൽ കലഹമുണ്ടായി മിത്രങ്ങൾ ശത്രുക്കളാവുന്നതായ സിറ്റുവേഷൻ, കുടുംബത്തിലാണെങ്കിലും അനാവശ്യമായ വഴക്കുകളും കലഹങ്ങളും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സമയമാണ്. 23 ശേഷം ബുധനെ കൊണ്ട് ചിന്തിക്കുമ്പോൾ വളരെ നല്ല ഫലങ്ങളാണ് ഉണ്ടാവുക. വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ ഉത്സാഹം ഉണ്ടാകുന്ന സമയമായിരിക്കും. വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്നതിന് നല്ല റിസൾട്ട് കിട്ടുന്നതായ സമയമായിരിക്കും. അപ്രതീക്ഷിതമായ ധനലാഭങ്ങളും ലോണുകളൊക്കെ അടച്ചു തീരാനും പറ്റുന്നതായൊരു സമയമായിരിക്കും ബുധനെ കൊണ്ട് ചിന്തിക്കുമ്പോൾ. മനസ്സന്തോഷമുള്ളതായ വാർത്തകൾ കേൾക്കാനും അതുമാതിരി ധനലാഭവും ജോലിയിൽ നല്ല റിസൾട്ട് കിട്ടുന്നതായൊരു സമയമായിരിക്കും ബുധനെ കൊണ്ട് ചിന്തിക്കുമ്പോൾ. ചിങ്ങം രാശിക്കാർക്ക് ശുക്രൻ 2ലും 3ലുമാണ് സെപ്റ്റംബറിൽ വരുന്നത്. 18 വരെ നല്ലതാണ്. 2ലും 3ലും നിൽക്കുമ്പോൾ നല്ലതാണ്. 18 വരെ വളരെ നല്ല റിസൾട്ടായിരിക്കും കിട്ടുക ശുക്രനെ വെച്ച് നോക്കുമ്പോൾ. ധനാഗമനത്തിന് വളരെ നല്ല സമയമാണ്. ശുക്രൻ പൊതുവെ സുഖത്തിൻ്റെയൊക്കെ ഗ്രഹമാണ്. സുഖങ്ങളും സന്തോഷങ്ങളും അനുഭവിക്കാൻ പറ്റുന്നൊരു സമയമായിരിക്കും. ആരോഗ്യപരമായി മെച്ചപ്പെടുന്നതായ സിറ്റുവേഷനായിരിക്കും. പൊതുവെ ഒരു ശക്തിയും ധൈര്യമൊക്കെ കിട്ടുന്നതായൊരു സമയമായിരിക്കും. അതുമാതിരി ബന്ധുജനങ്ങളുടെയും നാട്ടിലും ഒരു ബഹുമാനിക്കുന്നതായ ഒരു വ്യക്തിത്വം ഉണ്ടാവാൻ പറ്റുന്ന ഒരു സമയമായിരിക്കും. 18 കഴിഞ്ഞ് കഴിഞ്ഞാലും വലിയ ബുദ്ധിമുട്ടൊന്നും വരില്ല. നല്ല ഫലങ്ങൾ തന്നെയാണ് ശുക്രനെ കൊണ്ട് ഉണ്ടാവുക. നല്ല ഇതുകളായിരിക്കും ഉണ്ടായിരിക്കാം. വ്യാഴം ചിങ്ങം രാശിക്കാർക്ക് 10ലാണ്. 10ലെ വ്യാഴം പൊതുവേ നമ്മൾ ഒരുപാട് നല്ലതല്ല, ഒരുപാട് മോശമല്ല. പക്ഷേ കർമ്മപരമായി ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്നാണ് പറയുക. കർമ്മപരമായ ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞാൽ കർമ്മത്തിൽ വ്യതിചലനം ഉണ്ടാവും. ജോലിയിൽ വ്യത്യാസങ്ങൾ വരാൻ, മാറ്റങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ കുഴപ്പമില്ല. പ്രമോഷനോടുകൂടി വേറെ നല്ലത് വരികയാണെങ്കിൽ അത് പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷേ പൊതുവെ ഒരു അലസതയും കർമ്മത്തിലെ ബുദ്ധിമുട്ടുകളാണ് നമ്മൾ പറയാം. വ്യാഴം ഒരു ശുഭഗ്രഹമാണ്. അവൻ അധികം ഉപദ്രവിക്കില്ല അദ്ദേഹം. അതുപോലെ സന്താന ലാഭം ഒക്കെ ഉണ്ടാവാൻ പറ്റിയ സമയമാണ് വ്യാഴത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ. ഭഗവാനെ വ്യാഴത്തിൻ്റെ പ്രാർത്ഥനകൾ ചെയ്ത് പരിഹാരം ചെയ്താൽ നല്ല റിസൾട്ട് ഉണ്ടാവാൻ പറ്റുന്ന സമയങ്ങൾ തന്നെയാണ് ചിങ്ങരാശിക്കാർക്ക്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായ പുതിയ ജ്യോതിഷ വീഡിയോകൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും. 1200 പുതുവർഷ ഫലം അറിയാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. കന്നി നക്ഷത്രക്കാരുടെ സെപ്റ്റംബർ മാസഫലമാണ് ഇവിടെ പറയാൻ പോകുന്നത്. കന്നി നക്ഷത്രക്കാർക്ക് സൂര്യൻ 12ലും ജന്മത്തിലുമാണ് സെപ്റ്റംബറിൽ ഉണ്ടാകുക. ഈ സമയത്ത് സൂര്യൻ്റെ ഇത് അനുകൂലമല്ല കന്നി നക്ഷത്രക്കാർക്ക്. അവരെന്ത് കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാലും ഒരു തടസ്സം ഫീൽ ചെയ്യുന്നതായിരിക്കും. ഒന്നിൽ കൂടുതൽ വട്ടം അത് ചെയ്യേണ്ടതായ ഒരു സമയം ആയിരിക്കും സൂര്യനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ. വീട്ടിലൊക്കെ വഴക്കുണ്ടാവാനും അതുമാതിരി അനാവശ്യമായ സ്പർദ്ധ വീട്ടിലും വീട്ടുകാരായിട്ടും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ജോലിയൊക്കെ ചെയ്യുന്നതായ ആളുകൾക്ക് ട്രാൻസ്ഫർ കിട്ടാനും വേറെ സ്ഥലങ്ങളിലേക്ക് പോകേണ്ടി വരുന്നതായ, ഇഷ്ടമില്ലാത്ത സ്ഥലങ്ങളിലേക്ക് പോകേണ്ടി വരുന്നതായ സിറ്റുവേഷൻ ഉണ്ടാവാം. അതുപോലെ തന്നെ അനാവശ്യമായ ദുർച്ചെലവുകൾ, അനാവശ്യമായ നമ്മൾ പ്രതീക്ഷിക്കാത്തതായ ചിലവുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. വീട്ടിൽ അന്തരീക്ഷം നന്നാവാനായിട്ട് വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. കന്നിക്കൂറുകാർക്ക് ചൊവ്വ 10ലാണ്. 10ലെ ചൊവ്വയെ കൊണ്ട് വളരെ നല്ല ഫലമാണ് കന്നിക്കൂറുകാർക്ക് നമുക്ക് ചിന്തിക്കുമ്പോൾ ഉണ്ടാവുക. ജോലി ഇല്ലാത്തവർക്ക് ജോലി കിട്ടാനുള്ള സാധ്യതയുള്ള സമയമാണ് ചൊവ്വയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ. ധനലാഭം ഉണ്ടാവും, ധനാഗമനം ഉണ്ടാവും, അപ്രതീക്ഷിതമായോ ധനം കിട്ടുന്നതായൊരു സിറ്റുവേഷൻ ഉണ്ടാവും. ചൊവ്വയും ഭൂമിയായിട്ട് കണക്റ്റഡ് ആണ്. പ്രോപ്പർട്ടികളൊക്കെ വിൽക്കുമ്പോഴും വാങ്ങുമ്പോഴും ലാഭം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുമാതിരി പ്രോപ്പർട്ടി ഭാഗം വയ്ക്കാനും പ്രോപ്പർട്ടി കിട്ടാനും അതുവഴി ലാഭം ഉണ്ടാവാനും സാധ്യതയുണ്ട് 10ലെ ചൊവ്വയെ കൊണ്ട് നമുക്ക് പറയാൻ കഴിയാം. ബുധൻ കന്നി രാശിക്കാർക്ക് 11ലും 12ലും ജന്മത്തിലുമാണ് സെപ്റ്റംബറിൽ നീങ്ങുന്നത്. അതിൽ 4-ാം തീയതി വരെ ഫലങ്ങൾ കിട്ടും. 4-ാം തീയതി കഴിഞ്ഞാൽ അത്ര പോരാ, അത് മോശമായ സിറ്റുവേഷനാണ്. കാര്യങ്ങൾ 4-ാം തീയതി കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങളിൽ ഏർപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ ഒരു വിഘ്നം കാണുന്നതായ സിറ്റുവേഷൻ ഉണ്ടാവും. ബുധനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അനാവശ്യമായ ദുർച്ചെലവുകൾ ഉണ്ടാവാം. വരവിനേക്കാൾ കൂടുതൽ ചിലവ് വരുന്നതായ കാണുന്നതായ സിറ്റുവേഷൻ ആവാം. ബിസിനസ്സിലൊക്കെ പുതിയതായിട്ട് ഇറങ്ങാൻ പറ്റിയൊരു സമയമല്ല അത്.
അതുമാതിരി ആൾക്കാരൊക്കെ ആയിട്ട് വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം. വഴക്കുകളും ഇതുകളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ബുധൻ വിദ്യാഭ്യാസത്തിൻ്റെ ആളായതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് അത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പഠിക്കുന്നതൊക്കെ ഇരട്ടി പഠിച്ചാൽ റിസൾട്ട് കിട്ടുന്നതായൊരു സിറ്റുവേഷൻ ഉണ്ടാവും. പഠിക്കാനൊക്കെ ഒരു അലസത ഫീൽ ചെയ്യുന്നതായൊരു സിറ്റുവേഷൻ വരും. ബുധനെ കൊണ്ട് നമുക്ക് ചിന്തിക്കുമ്പോൾ 5-ാം തീയതിക്ക് ശേഷം സെപ്റ്റംബറിൽ. പിന്നെ വ്യാഴം 9-ലാണ്. 9-ലെ വ്യാഴം ഭാഗ്യസ്ഥാനത്തിലാണ് നിൽക്കുന്നത്. അത് നല്ല ഫലങ്ങൾ അറിയാലോ, നല്ല ഒരു ഫലം ചെയ്യും. നല്ല ഗുണം കന്നി രാശിക്കാർക്ക് 9-ലെ വ്യാഴം കൊണ്ടുണ്ടായിരിക്കും. എല്ലാ കാര്യങ്ങളിൽ ഇറങ്ങുമ്പോഴും അത് വിജയിക്കാനുള്ള സാധ്യതകൾ 9-ലെ വ്യാഴം കൊണ്ടുണ്ടാവും. അതുപോലെ തന്നെ ആളുകളുടെ ഇടയിൽ ഒരു കീർത്തിയും സമാധാനവും ബഹുമാനമൊക്കെ ഉണ്ടാവുന്നതായ സിറ്റുവേഷനാവും. അതുമാതിരി 9-ലെ വ്യാഴങ്ങൾ കൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് റിസൾട്ട് കിട്ടാനും ധനാഗമനം ഉണ്ടാവാനും പ്രതീക്ഷിച്ചതായ സ്ഥലങ്ങളിൽ നിന്ന് അതിൽ കൂടുതലായ റിസൾട്ടും ധനാഗമനവും ഉണ്ടാവാനുള്ള സാധ്യത 9-ലെ ഭാഗ്യസ്ഥാനം കൊണ്ട് ഉണ്ടാകുന്നതായിരിക്കും. ശനി ഇവർക്ക് പൊതുവെ അനുകൂലമായ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കന്നി രാശിക്കാർക്ക് ശുക്രൻ ജന്മത്തിലും പിന്നീട് 2-ലുമാണ് ഉണ്ടാവുന്നത്. 2 ഇതിലും നല്ല ഫലങ്ങളാണ് ഉണ്ടാവുക. 19-ാം തീയതി വരെ നല്ല ഫലം തന്നെയാണ്. അത് കഴിഞ്ഞിട്ടും നല്ല ഫലങ്ങൾ തന്നെ വരും. ശുക്രൻ സുഖത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ധനത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും ഒക്കെ ഗ്രഹമാണ്. സ്വാഭാവികമായും ശുക്രനെ കൊണ്ട് കന്നി രാശിക്കാർക്ക് സുഖവും സന്തോഷവും ഈ സെപ്റ്റംബർ മാസത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ധനാഗമനം ഉണ്ടാവാൻ ശുക്രനെ കൊണ്ട് സാധ്യതയുണ്ട്. ഇപ്പോൾ മാതാപിതാക്കളിൽ നിന്നൊക്കെ ധനലാഭം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ശത്രുക്കൾ മിത്രങ്ങളാവാനുള്ള സാധ്യതയുണ്ട്. പൊതുജനങ്ങൾ മധ്യത്തിലൊക്കെ നല്ല സന്തോഷങ്ങളും അവരുടെ നല്ല അഭിപ്രായവും കേൾക്കാനുള്ള സാഹചര്യം വരാം. അസുഖങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് അത് മാറിപ്പോവാനും അതുമാതിരി പുതിയ വണ്ടി വാങ്ങാനും പുതിയ വീട് വാങ്ങാനും ഒക്കെ നല്ല അനുയോജ്യമായ ശുക്രനെ കൊണ്ട് നോക്കുമ്പോൾ സമയമാണ്. ഇതാണ് കന്നി രാശിക്കാരെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായ പുതിയ ജ്യോതിഷ വീഡിയോകൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും. 1200 പുതുവർഷ ഫലം അറിയാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. തുലാക്കൂറുകാരുടെ സെപ്റ്റംബർ മാസഫലമാണ് ഇവിടെ പറയുന്നത്. തുലാക്കൂറുകാർക്ക് സൂര്യൻ 11-ലും 12-ലുമായിട്ടാണ് സെപ്റ്റംബറിൽ നിൽക്കുന്നത്. 16 വരെ 11-ലുള്ള സൂര്യൻ വളരെ നല്ല ഫലം ചെയ്യും. അത് കഴിഞ്ഞാൽ 12-ലുള്ള സൂര്യൻ ദോഷഫലമാണ് ചെയ്യുക. 11-ലെ സൂര്യനെ കൊണ്ട് ചിന്തിച്ചാൽ അനുകൂലാവസ്ഥയാണ്. പല വിധത്തിൽ ധനാഗമനം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ജോലിയിൽ സ്ഥാനക്കയറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ചെയ്യുന്ന ജോലി വളരെ ശ്രദ്ധിച്ച് ചെയ്യാനും അതിൽ നല്ല റിസൾട്ട് ഉണ്ടാക്കാനും പറ്റുന്നതായ സമയമായിരിക്കും. പലരും ഗുളിക കഴിക്കുകയും ആരോഗ്യപരമായ പ്രശ്നം നേരിടുന്നവരുമാണെങ്കിൽ അത് മാറാനുള്ള സാധ്യതയുണ്ട്. അതുമാതിരി പുതിയ മെഡിസിൻ എടുക്കുകയും അത് മാറിപ്പോവാനായിട്ടുള്ള സാധ്യതയുണ്ട്. നാട്ടുകാരുടെ ഇടയിൽ കീർത്തി ഉണ്ടാവാനും ബഹുമാനം ഉണ്ടാവാനും അതുപോലെ ആൾക്കാരുടെ ഇടയിൽ സന്തോഷം ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും അതൊരു കാര്യവിജയമായി മാറാനുള്ള സാധ്യതയുണ്ട് ഈ സമയം സൂര്യനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ. 17-ാം തീയതി മുതൽ ദോഷമാണ് പറയുന്നത്. 12-ലെ സൂര്യൻ നമ്മൾ അത്ര നല്ലതായിട്ടല്ല പറയുക. നേരെ ഉൾട്ടയായിരിക്കും കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോൾ ഒരു തടസ്സം ഫീൽ ചെയ്യും. എന്ത് കാര്യവും കുറച്ച് കൂടുതൽ വട്ടം ചെയ്താലേ റിസൾട്ട് ഉണ്ടാവുള്ളൂ എന്നുള്ളതായ ഇത് വരും. ജോലിയിടങ്ങളിൽ കലഹങ്ങളുണ്ടാവാം. മേലധികാരികളായിട്ട് കലഹങ്ങളുണ്ടാവാം. ചെയ്യുന്ന ജോലിയിൽ തൃപ്തിപരമായ റിസൾട്ട് ഉണ്ടാവാണ്ടിരിക്കുക, ജോലിയിൽ ശ്രദ്ധിക്കാൻ പറ്റാണ്ട് വരിക. അതുമാതിരി വരുന്നതിനേക്കാൾ കൂടുതൽ ധനം ചിലവായി പോകുന്നതായ അവസ്ഥകൾ വരിക, പല പാഴ്ചെലവുകൾ വരിക. അതുമാതിരി കീർത്തിയിൽ ആൾക്കാർ അപവാദങ്ങൾ പറയുന്നതായ സാഹചര്യം, പിന്നിൽ നമ്മളെക്കുറിച്ച് മോശമായി പറയുന്നതായ സാഹചര്യമൊക്കെ 12-ലെ സൂര്യനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ തുലാക്കൂറുകാർക്ക് വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ. തുലാക്കൂറുകാർക്ക് ബുധൻ 10-ലും 11-ലും 12-ലുമായിട്ടാണ് സെപ്റ്റംബറിൽ സഞ്ചരിക്കുന്നത്. 23 വരെ 10-ലും 12-ലുള്ള ബുധൻ ഇവർക്ക് നല്ല ഫലങ്ങൾ ചെയ്യും. 23 കഴിഞ്ഞാൽ 12-ലുള്ള ബുധൻ ദോഷഫലങ്ങളാണ് ചെയ്യുക. 23 വരെ ഇവർക്ക് ബുധനെ കൊണ്ട് ജോലി അന്വേഷിച്ച് നടക്കുന്നവർക്ക് ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. ഈ PSC പരീക്ഷമാരി എഴുതുന്നവർക്ക് കിട്ടാൻ വളരെ അനുകൂലമായ സമയമായിരിക്കും. അതുപോലെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ ഒരു ഉത്സാഹവും പഠിക്കുന്നത് നല്ല റിസൾട്ട് ഉണ്ടാവും
ഉണ്ടാവുകയും ഓർമ്മ വെച്ച് എഴുതാൻ പറ്റുന്നതായ ഒരു സമയമായിരിക്കും. ശത്രുക്കൾ നമ്മൾക്കെതിരെ ചെയ്യുന്നതായ ഒരു കാര്യങ്ങളും ഫലിക്കാതെ ശത്രുവിജയം ഉണ്ടാകുന്നതായ ഒരു സമയമായിരിക്കും ബുധനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തുലാക്കൂറുകാർക്ക് പറയാനുള്ളത്. അതുമാതിരി ആരോഗ്യം ഒന്ന് പുഷ്ടിപ്പെടുകയും ഇതാവും ചെയ്യുന്ന സിറ്റുവേഷനായിരിക്കും. ധനപരമായി ലാഭങ്ങൾ ഉണ്ടാകുന്ന സമയമായിരിക്കും. കീർത്തി ഉണ്ടാവും. ബന്ധുജനങ്ങളുടെ ഇടയിൽ അവരുടെ സഹകരണവും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നതായ ഒരു സമയമാണ് 23 വരെ ബുധനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തുലാക്കൂറുകാർക്ക്. 23 കഴിഞ്ഞാൽ അവർക്ക് 12ലുള്ള ബുധൻ ദോഷമാണ് പറയുന്നത്. നമ്മൾ 12ലെ ബുധൻ പൊതുവേ ദോഷമാണ്. വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ അലസത തോന്നുക, എഴുതുന്നതിൽ റിസൾട്ട് കിട്ടാണ്ട് വരിക, മത്സര പരീക്ഷകളിൽ വിജയിക്കാൻ കഴിയാണ്ടിരിക്കുക, അതുമാതിരി ശത്രുക്കളുടെ ശല്യം ഉണ്ടാവുക, ഇതൊക്കെ ഉണ്ടാവാൻ ബുധനെ കൊണ്ട് 12ലെ ബുധനെ കൊണ്ട് ഉണ്ടാകാം. ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളും എല്ലാം 12ലെ ബുധനെ കൊണ്ട് സാധ്യതയുണ്ട്. തുലാക്കൂറുകാർക്ക് വ്യാഴം 8ലാണ്. 8ലെ വ്യാഴം ദോഷഫലങ്ങളാണ് പൊതുവേ തുലാക്കൂറുകാർക്ക് നൽകുക. അനാവശ്യമായ യാത്രകൾ വേണ്ടതായ അവസ്ഥകൾ വരും. ഈ യാത്ര കൊണ്ട് ക്ലേശങ്ങൾ ഉണ്ടാവാം. കാര്യങ്ങളിലൊക്കെ ഒരു വിഘ്നം ഉണ്ടാവുന്നതായ ഒരു സിറ്റുവേഷൻ കാണാം. എന്ത് കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടുമ്പോഴും തടസ്സങ്ങൾ ഉണ്ടാവാം. കൂടുതൽ വട്ടം ചെയ്യുമ്പോൾ മാത്രമേ അതിന് റിസൾട്ട് കിട്ടുന്നതായ ഒരു സിറ്റുവേഷൻ ഉണ്ടാവൂ. രോഗങ്ങളൊക്കെ ഉള്ളതായ ആൾക്കാരാണെങ്കിൽ വേണ്ട മെഡിക്കേഷനോ ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതായ ഒരു സമയമാണ് വ്യാഴത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്കത് ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്, രോഗം മൂർച്ഛിക്കാൻ. ശനി 5ലാണ് തുലാക്കൂറുകാർക്ക് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. 5ലെ ശനി ദോഷമാണ് അവർക്ക് പ്രദാനം ചെയ്യുക. അവരുടെ എന്താ പറയുക, കുട്ടികളുണ്ടാവാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല സമയമല്ല. വിവാഹത്തിനും അത്ര നല്ല വിവാഹം ആലോചിക്കുന്നവർക്ക് കിട്ടാൻ ബുദ്ധിമുട്ടുകൾ വരും. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ചില്ലറ കലഹങ്ങളും കാര്യങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാര്യങ്ങളിൽ പൊതുവെ ഒരു തടസ്സം കാണുന്ന ഒരു സിറ്റുവേഷനായിരിക്കും 5ലെ ശനിയെ കൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ പറയാം. പിന്നെ തുലാക്കൂറുകാർക്ക് ശുക്രൻ സഞ്ചരിക്കുന്നത് സെപ്റ്റംബറിൽ 12ലും ജന്മത്തിലുമായിട്ടാണ്. 12ലും ജന്മത്തിലും സഞ്ചരിക്കുമ്പോൾ പൊതുവേ ഒരു ദോഷമാണ്. നമുക്ക് ഒരു 19 വരെ വലിയ ഇതില്ല. ശുക്രൻ ശുഭഗ്രഹം ആയതുകൊണ്ട് വലിയ ഇതില്ലാണ്ട് പോവും കാര്യങ്ങൾ. 19ന് ശേഷം ധനലാഭം ഉണ്ടാവും. ധനാഗമനം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ബിസിനസ്സിലൊക്കെ പ്രോഫിറ്റ് കിട്ടാം. അതുപോലെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ നല്ല സന്തോഷത്തിൽ പോവാം. ശുക്രൻ പൊതുവെ സുഖത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഗ്രഹമാണ്. അതുകൊണ്ട് സുഖവും സന്തോഷമൊക്കെ അവർക്ക് കിട്ടാം. തുലാക്കൂറുകാർക്ക് ചൊവ്വ 9ലാണ് നിൽക്കുന്നത്. 9ലെ ചൊവ്വ ഭാഗ്യസ്ഥാനത്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. പൊതുവെ ഭാഗ്യം കുറഞ്ഞു വരുന്നതായ ഒരു സാഹചര്യം തോന്നും. മനോദുഃഖങ്ങൾ 9ലെ ചൊവ്വ ഉണ്ടാക്കും. അതുമാതിരി എന്ത് കാര്യത്തിന് ഇറങ്ങുമ്പോഴും അതൊരു തടസ്സങ്ങളും പരാജയങ്ങളും ഉണ്ടാവാം. കുറേ വട്ടം ചെയ്യേണ്ടതായ ഒരു അവസ്ഥ വരും. റിസൾട്ട് നമ്മൾ ചെയ്യുമ്പോഴും കിട്ടാത്തൊരവസ്ഥ വരും. പൊതുവേ ഭാഗ്യത്തിനൊരു മങ്ങൽ ഫീൽ ചെയ്യുന്നതായൊരു സമയമായിരിക്കും 9ലെ ചൊവ്വ കൊണ്ട് നമ്മൾ പറയാം. ഇതാണ് തുലാക്കൂറുകാരുടെ സെപ്റ്റംബർ ഫലം നമുക്ക് പറയാനുള്ളത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായ പുതിയ ജ്യോതിഷ വീഡിയോകൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും. 1200 പുതുവർഷ ഫലം അറിയാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. വൃശ്ചിക കൂറുകാരുടെ സെപ്റ്റംബറിലെ മാസഫലമാണ് ഇവിടെ പറയുന്നത്. വൃശ്ചിക കൂറുകാർക്ക് സെപ്റ്റംബറിൽ ചൊവ്വ 8ലാണ് നിൽക്കുന്നത്. 8ലെ ചൊവ്വ ദോഷമായ ഫലങ്ങളാണ് വൃശ്ചിക കൂറുകാർക്ക് കൊടുക്കുക. കാര്യങ്ങൾ എന്ത് ചെയ്യുമ്പോഴും ചില്ലറ വിഘ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുമാതിരി നാട്ടുകാരിൽ നിന്ന് അപവാദ പ്രചരണങ്ങൾ ഉണ്ടാവാൻ 8ലെ ചൊവ്വ കൊണ്ട് സാധ്യതകളുണ്ട്. വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ തട്ടൽ മുട്ടലൊക്കെ ഉണ്ടാവുന്നത് ശ്രദ്ധിക്കേണ്ടതായ ഒരു സമയമാണ്. ധനം അനാവശ്യമായ ചിലവുകൾ വരാൻ സാധ്യതയുണ്ട്. ധനം ചിലവാക്കുമ്പോൾ സൂക്ഷിക്കണം. രോഗങ്ങളുള്ളവരാണെങ്കിൽ അത് ശ്രദ്ധിക്കണം. മൂർച്ഛിക്കാൻ സാധ്യതയുള്ള ഒരു സമയമാണ് ചൊവ്വയെ കൊണ്ട്, നമ്മൾ 8ലെ ചൊവ്വയെ കൊണ്ട് പറയാം. അതുമാതിരി വൃശ്ചികം രാശിക്കാർക്ക് ഇപ്പോൾ വ്യാഴം 7ലാണ്. 7ലെ വ്യാഴം വളരെ അനുകൂലമായ അവസ്ഥയാണ് ഇവർക്കുള്ളത്. വളരെ നല്ല ഫലങ്ങളാണ് ഇവർക്ക് കൊടുക്കുക. കാര്യവിജയം, അതുപോലെ എന്ത് കാര്യത്തിന് മുന്നിട്ട് ഇറങ്ങിയാലും ആ കാര്യത്തിന് ഒരു റിസൾട്ട് കിട്ടാനുള്ള സമയം. പൊതുവെ ഒരു മനസ്സിനൊരു സുഖവും സന്തോഷമൊക്കെ ഉണ്ടാവുന്നതായ സമയം. നാട്ടുകാരുടെ ഇടയിൽ ഒരു കീർത്തിയും നല്ല ഒരു ഇമേജ് ഉണ്ടാക്കാൻ പറ്റിയൊരു സമയം. സന്താനങ്ങളില്ലാത്തവർക്ക് ഉണ്ടാവാൻ പറ്റിയതായ സമയം. സന്താനങ്ങളെ കൊണ്ട് സന്തോഷം ഉണ്ടാവുന്നതായ സമയം.
അതുമാതിരി വിവാഹം നടക്കാതിരുന്നതായ ആളുകൾക്ക്, അന്വേഷിക്കുന്നതായ ആളുകൾക്ക് വിവാഹം നടക്കാൻ പറ്റിയതായ ഒരു സമയമാണ് 7-ലെ വ്യാഴം കൊണ്ട് വൃശ്ചികക്കാർക്ക് സെപ്റ്റംബറിൽ പറയുന്നത്. അതുമാതിരി ജോലിയുള്ളവർക്കൊക്കെ പ്രമോഷൻ കിട്ടാനും നമ്മൾ കഴിവ്, നമ്മുടെ സിദ്ധികൾ, അതുള്ള സിദ്ധികൾ വർദ്ധിക്കാനുള്ളതായ ഒരു സാധ്യതയുള്ള ഒരു സമയമാണ് സെപ്റ്റംബറിൽ 7-ലെ വ്യാഴത്തെ കൊണ്ട് വൃശ്ചികം രാശിക്കാർക്ക് പറയുന്നത്. വൃശ്ചികം രാശിക്കാർക്ക് ശുക്രൻ 11-ലും 12-ലുമായിട്ടാണ് സെപ്റ്റംബറിൽ സംഭവിക്കുന്നത്. ഇത് രണ്ടും നല്ലത് തന്നെയാണ്. 11-ലെ ശുക്രനെ കൊണ്ട് ധനലാഭം ഉണ്ടാവും, ധനാഗമനം, പുതിയ ധനാഗമന സ്രോതസ്സുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ബിസിനസ്സൊക്കെ ചെയ്യുന്നതായ ആളുകൾക്ക് പ്രോഫിറ്റ് കൂടുന്നതായി കാണാൻ പറ്റും. അവനവനോട് തന്നെ ഒരു റെസ്പെക്റ്റ് ഉണ്ടാവുന്നതായൊരു സമയമായിരിക്കും. ധൈര്യമൊക്കെ വരും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. കലാകാരന്മാർക്ക് അംഗീകാരമൊക്കെ കിട്ടുന്നതായിരിക്കും ശുക്രനെ കൊണ്ട് പറയുന്നത് സെപ്റ്റംബറിൽ. വൃശ്ചികം രാശിക്കാർക്ക് കായിക താരങ്ങൾക്കൊക്കെ അവർക്ക് കിട്ടുന്നതായ ഒരു സമയമായിരിക്കും സെപ്റ്റംബറിൽ ശുക്രനെ കൊണ്ട് വൃശ്ചികം രാശിക്കാർക്ക് പറയാനുള്ളത്. അതുപോലെ വൃശ്ചികം രാശിക്കാർക്ക് സൂര്യൻ 10-ലും 11-ലും സെപ്റ്റംബറിൽ നീങ്ങുന്നത്. ഈ 10-ലെയും 11-ലെയും സൂര്യൻ നല്ലതാണ്. അവർക്ക് കൂടുതൽ ധനാഗമനം ഉണ്ടാവുന്നതായൊരു സമയമായിരിക്കും. 10-ലെയും 11-ലെയും സൂര്യൻ 17 വരെ 10-ലായിരിക്കും, അതിനുശേഷം 11-ലായിരിക്കും. 10-ലെ സൂര്യൻ കാര്യങ്ങൾക്കൊക്കെ വിജയം കിട്ടും. ജോലിയില്ലാത്തവർക്കൊക്കെ നല്ല ജോലികളും കാര്യങ്ങളൊക്കെ കിട്ടാൻ സാധ്യതയുള്ളതാണ്. ശ്രമിക്കുന്നതിന് ഇരട്ടി ഫലം, ജോലിയൊക്കെ അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഇരട്ടി ഫലം കിട്ടും. ഇൻ്റർവ്യൂവിലൊക്കെ ജയിക്കാനുള്ള സാധ്യത കൂടുതലായിരിക്കും 10-ലെ സൂര്യനെ കൊണ്ട്. അതുമാതിരി ആരോഗ്യമൊക്കെ മെച്ചപ്പെടും. ആരോഗ്യപരമായി പുഷ്ടി ഉണ്ടാവുന്ന ഒരു സമയമായിരിക്കും. അധികാരികളുടെ ഒരു പ്രശംസയൊക്കെ ഉണ്ടാവും ഈ 10-ലെയും 11-ലെയും സൂര്യൻ്റെ സഞ്ചാരം കൊണ്ട് സെപ്റ്റംബറിൽ വൃശ്ചികം രാശിക്കാർക്ക്. അതുമാതിരി നമ്മുടെ വീട്ടുകാർ, നമ്മുടെ നാട്ടുകാർ, ബന്ധുക്കളുടെ ഒക്കെ സഹകരണം നമുക്ക് ഈ സമയത്ത് സൂര്യനെ കൊണ്ട് ചിന്തിക്കുമ്പോൾ വൃശ്ചികം രാശിക്കാർക്ക് ഉണ്ടാകുന്നതായിരിക്കും. വൃശ്ചികം രാശിക്കാർക്ക് ബുധൻ എന്ന് പറയുന്നത് 9-ലും 10-ലും 11-ലുമാണ് സഞ്ചരിക്കുന്നത്. 9-ല് 10-ല് ബുധൻ സഞ്ചരിക്കുന്നത് വളരെ നല്ല ഫലങ്ങളാണ് ഇവർക്ക് നൽകുക. ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ വളരെ നല്ല റിസൾട്ട് ഉണ്ടാവും. വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ നല്ല ഉന്മേഷമൊക്കെ കിട്ടുന്നതായ സമയമായിരിക്കും. 4-ാം തീയതിക്ക് ശേഷം പൊതുവേ ഇവർക്ക് ബുധൻ അനുകൂലമായിരിക്കും. ശത്രുക്കളുടെ വർക്കുകൾ, അതായത് ശത്രുക്കൾ നമുക്കെതിരെ ചെയ്യുന്നതൊന്നും നടപടിയാവാനുള്ള സമയമായിരിക്കും ഈ സമയത്ത്. ജോലിയൊക്കെ അന്വേഷിച്ച് നടത്തുന്നവർക്ക് കിട്ടാനും ആരോഗ്യപരമായൊരു പുഷ്ടി ഉണ്ടാവാനൊക്കെ ആയിട്ട് പറ്റിയ സമയമായിരിക്കും. പൊതുവേ ബുധനെ കൊണ്ട് സെപ്റ്റംബറിൽ വൃശ്ചികം രാശിക്കാർക്ക് സുഖങ്ങൾ പ്രധാനം ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതുമാതിരി ധനാഗമനമൊക്കെ ഉണ്ടാവും എന്ന് തന്നെയാണ് പറയുന്നത്. വൃശ്ചികം രാശിക്കാർക്ക് ശനി കണ്ടകശനിയായിട്ട് 4-ൽ നിൽക്കുന്നത്. 4-ലെ ശനി നല്ലതല്ല. രോഗപരമായ അവസ്ഥകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുമാതിരി ജോലിയിൽ ട്രാൻസ്ഫറൊക്കെ കിട്ടാനും അനാവശ്യമായ യാത്രാക്ലേശങ്ങൾ ഉണ്ടാവാനും സാധ്യതയുണ്ട്. വീട്ടിൽ, ജോലി സ്ഥലത്ത്, അതുമാതിരി കൂട്ടുകാരുടെ ഇടയിലൊക്കെ കലഹങ്ങൾ ഉണ്ടാവാനും അവരായിട്ട് പറയുന്നത് ഒത്തുപോകാണ്ട് വഴക്കുകൾ ഉണ്ടാവാനൊക്കെയുള്ള സാധ്യതകളുണ്ട്. വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കേണ്ടതുണ്ട് വൃശ്ചികം രാശിക്കാർ ശനിയെ കൊണ്ട് ചിന്തിക്കുമ്പോൾ. ഇതാണ് വൃശ്ചികം രാശിക്കാരുടെ സെപ്റ്റംബർ മാസഫലം പറയാനുള്ളത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായ പുതിയ ജ്യോതിഷ വീഡിയോകൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും. 1200 പുതുവർഷ ഫലം അറിയാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ധനുക്കൂറുകാരുടെ സെപ്റ്റംബർ മാസഫലമാണ് ഇവിടെ പറയുന്നത്. ധനുക്കൂറുകാർക്ക് ചൊവ്വ 7-ലാണ് നിൽക്കുന്നത്. 7-ലെ ചൊവ്വ ദോഷഫലങ്ങളാണ് ധനുക്കൂറുകാർക്ക് കൊടുക്കുക. വീട്ടിൽ അനാവശ്യമായ വാക്കുതർക്കങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ സൗന്ദര്യപ്പിണക്കങ്ങളും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അനാവശ്യമായ യാത്രകൾ ഉണ്ടാവേണ്ടി വരിക, യാത്രകൾ മൂലം ക്ലേശങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പാഴ്ചെലവുകൾ, അനാവശ്യമായ ചെലവുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. വരവിൽ കവിഞ്ഞതായ ചെലവുകൾക്ക് സാധ്യതയുള്ളതായ ഒരു സമയമാണ്. ധനു കൂറുകാർക്ക് ബുധൻ
8-ലും 9-ലും 10-ലുമായിട്ടാണ് സെപ്റ്റംബറിൽ സഞ്ചരിക്കുന്നത്. 23 വരെ ഇവർക്ക് ബുധനെ കൊണ്ട് ദോഷ സമയമാണ്. 23 കഴിഞ്ഞാൽ ഇവർക്ക് ബുധനെ കൊണ്ട് വളരെ നല്ല സമയമാണ് കിട്ടുക. ബുധൻ 23 വരെ കാര്യതടസ്സങ്ങളുണ്ടാക്കും. കാര്യങ്ങൾ എന്ത് നമ്മൾ ഇറങ്ങിയാലും അത് നടക്കുന്നതിൽ പലപ്പോഴും വിഘ്നങ്ങൾ ഉണ്ടാവുന്നതായ ഒരു സിറ്റുവേഷൻ കാണുന്നതായിരിക്കും. മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, അനാവശ്യമായ കാര്യങ്ങൾ ചിന്തിച്ച് മനോവിഷമങ്ങൾ ഉണ്ടാവുന്നതായ ഒരു സിറ്റുവേഷനൊക്കെ 23 വരെ വരും. പക്ഷേ 23 കഴിഞ്ഞാൽ വളരെ നല്ല സമയമാണ്. ശത്രുവിജയം, വിദ്യാർത്ഥികൾക്ക് നല്ല ഉന്നത വിജയം, PSC പരീക്ഷയൊക്കെ എഴുതുന്നവർക്ക് വിജയം, അതൊക്കെയാണ് 23 ശേഷം ബുധനെക്കുറിച്ച് ഇവർക്ക് പറയാനുള്ളത്. അതുമാതിരി ഇൻ്റർവ്യൂവിന് പോകുന്നവർക്കൊക്കെ കിട്ടാൻ സാധ്യതയുള്ളൊരു സമയമാണ്. വിദ്യാർത്ഥികൾ പഠിക്കുന്നവർക്കൊക്കെ ഇരട്ടി ആയി കിട്ടുന്നതായ സമയമാണ്. ധനലാഭങ്ങളൊക്കെ ഉണ്ടാവാൻ ബുധനെ കൊണ്ട് നമുക്ക് ചിന്തിക്കുമ്പോൾ ധനുരാശിക്കാർക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ്. ധനുരാശിക്കാർക്ക് സൂര്യൻ 9-ലും 10-ലുമായിട്ടാണ് സഞ്ചരിക്കുന്നത്. ഇവർക്ക് 16 വരെ ദോഷ സമയമാണ് സൂര്യനെ കൊണ്ടുണ്ടാവുക. അനാവശ്യമായ ചിലവുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ രോഗങ്ങളുള്ളവർക്ക് അത് മൂർച്ഛിക്കാനും അതുകൊണ്ട് പീഡകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അനാവശ്യമായ പ്രതീക്ഷിക്കാത്തതായ ചിലവുകൾ വരാനുള്ളതായ ഒരു സാധ്യതയുള്ള സമയമാണ്. അതുപോലെ തന്നെ നല്ല ബുദ്ധിമുട്ടുകളുള്ള, മനസ്സിന് വിഷമമുള്ള വാർത്തകൾ കേൾക്കേണ്ടതായ ഒരു സിറ്റുവേഷനാണ് ഈ സൂര്യനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പറയുന്നത്. 17-ന് ശേഷം സൂര്യനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെ നല്ല സമയമാണ്. 10-ലെ സൂര്യൻ ഇവർക്ക് നേരെ തിരിച്ച് നല്ല സുഖങ്ങളും സന്തോഷങ്ങളും തരും. ജോലി കർമ്മകാരകനാണ്. 10-ലെ സൂര്യൻ 10-ൽ നിൽക്കുമ്പോൾ നമ്മൾ പറയാം കർമ്മസ്ഥാനത്താണ്. ജോലി കിട്ടാൻ സാധ്യതയുള്ളൊരു സമയമായിരിക്കും ഇവർക്ക്. അതുപോലെ തന്നെ ജോലിയിൽ നല്ല പെർഫോമൻസ് നടത്താനും നല്ല അവിടുന്ന് റിസൾട്ട് കിട്ടാനും പറ്റിയ സമയമാണ്. അധികാരികളുടെ പ്രശംസ, ആരോഗ്യം മെച്ചപ്പെടാൻ പറ്റിയ സമയമാണ്. രോഗങ്ങളെല്ലാം മാറാനും ആരോഗ്യമൊന്നും മെച്ചപ്പെടാനും പറ്റിയ സമയമാണ്. എന്ത് കാര്യത്തിനും മുന്നിട്ടിറങ്ങി കഴിഞ്ഞാൽ കാര്യം വിജയിക്കുന്നതായി കാണുന്നതായ ഒരു സിറ്റുവേഷനായിരിക്കും. അതുമാതിരി നാട്ടുകാരും ബന്ധുക്കളൊക്കെ ആയിട്ട് നല്ല സഹകരണം ഉണ്ടാക്കാനൊക്കെ പറ്റിയ സമയമാണ്. ധനുരാശിക്കാർക്ക് വ്യാഴം 6-ലാണ് സഞ്ചരിക്കുന്നത്. 6-ലെ വ്യാഴം ഇവർക്ക് ദോഷഫലങ്ങളാണ് കൊടുക്കുക. വീട്ടിലൊക്കെ കലഹങ്ങൾ ഉണ്ടാവുക, വീട്ടിൽ സംസാരിച്ച് വഴക്കുകൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ, ഭാര്യയായിട്ട് ചില്ലറ സൗന്ദര്യ പിണക്കങ്ങളും ഇതെല്ലാം ഉണ്ടാവാനുള്ള സാധ്യതകൾ ഉണ്ടാവാൻ, അകൽച്ചകളൊക്കെ ഉണ്ടാവാൻ പറ്റിയൊരു സാഹചര്യമാണ് 6-ലെ വ്യാഴം കൊണ്ട് നമ്മൾ പറയാം. അതുപോലെ ശത്രുക്കളുടെ ദോഷങ്ങളൊക്കെ ഉണ്ടാവാൻ പറ്റിയ സമയമാണ് വ്യാഴത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇവർക്ക്. പിന്നെ പ്രത്യേകം പറയാനുള്ളത്, ഈ 6-ലെ വ്യാഴം കൊണ്ട് സ്വന്തം സന്താനങ്ങളൊക്കെ കൊണ്ട് തന്നെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവാൻ പറ്റിയൊരു സാഹചര്യമാണ്. അതുമാതിരി നമ്മൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചെയ്തു എന്ന് പറഞ്ഞ് നമ്മളെക്കുറിച്ച് അപവാദങ്ങൾ ആൾക്കാർ പറഞ്ഞു പരത്തുന്നതായ സാഹചര്യങ്ങളുണ്ടാവും. അനാവശ്യമായ ചിലവുകൾ വരാൻ സാധ്യതയുണ്ട് 6-ലെ വ്യാഴം കൊണ്ട്. അതുമാതിരി പീഡകൾ വരാൻ 6-ലെ വ്യാഴം കൊണ്ട് സാധ്യതയുണ്ട്. പിന്നെ ശുക്രൻ ഇവർക്ക് 10-ലും, ധനുക്കൂറുകാർക്ക് ശുക്രൻ 10-ലും 11-ലായിട്ടാണ് സെപ്റ്റംബറിൽ സഞ്ചരിക്കുന്നത്. 18 വരെ ഇവർക്ക് ദോഷ സമയമായിട്ടാണ് പറയുന്നത്. ധനനഷ്ടം, അതുമാതിരി പാഴ്ചെലവുകൾ, മനസ്സിന് ഇഷ്ടമില്ലാത്തതായ കാര്യങ്ങൾ കേൾക്കേണ്ടി വരുന്നു, മനക്ലേശങ്ങൾ ഉണ്ടാവാൻ സാധ്യത, അനാവശ്യമായ യാത്രകൾ വേണ്ടി വരിക, അതുമാതിരി ശത്രുക്കൾ നമുക്കെതിരെ ചെയ്യുന്നത് സക്സസ് ആവുന്നതായ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുക, നമുക്ക് സമൂഹത്തിൽ അപമാനിക്കപ്പെടുന്നതായൊരു സിറ്റുവേഷൻ 10-ലെ ശുക്രനെ കൊണ്ട് ധനുരാശിക്കാർക്ക് സംഭവിക്കാം. 18 വരെ അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം, അരിഷ്ടതകളും. 18 കഴിഞ്ഞാൽ ശുക്രനെ ഉൾട്ട ചെയ്യും. വളരെ നല്ല ഫലങ്ങൾ ഇവർക്ക് ചെയ്യുന്നതായിരിക്കും ശുക്രൻ. ധനലാഭമുണ്ടാവും, സമൂഹത്തിൽ നല്ല കീർത്തി ഉണ്ടാവും, കാര്യവിജയം ഉണ്ടാവും. സുഖത്തിൻ്റെ ഗ്രഹമാണ് സൂര്യൻ. സർവ്വവിധ സുഖങ്ങൾ ഉണ്ടാവും. മനസ്സിനൊക്കെ ഒരു സന്തോഷവും ധൈര്യമൊക്കെ ഉണ്ടാവും. കാര്യങ്ങൾക്കൊക്കെ മുന്നിട്ടിറങ്ങാനുള്ള ഒരു മനസ്സ് കാണിക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടാവും. എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും ഒരു വിജയം കാണുന്നതായൊരു സിറ്റുവേഷൻ ഇവർക്ക് ഉണ്ടാവും. ആ സമയത്ത് ശുക്രനെ കൊണ്ട് നമുക്ക് പറയാനുള്ളത്. ധനുരാശിക്കാർക്ക് ശനി 3-ലാണ് സഞ്ചരിക്കുന്നത്. 3-ലെ ശനി ഇവർക്ക് അനുകൂലമായ
സാഹചര്യങ്ങളാണ് ഉണ്ടാക്കി കൊടുക്കുക. കാര്യങ്ങൾക്ക് ഇറങ്ങി കാര്യവിജയങ്ങളുണ്ടാവും. ഇറങ്ങുന്ന കാര്യങ്ങൾക്ക് അവർക്കൊരു വിജയവും കാര്യങ്ങളൊക്കെ കിട്ടും. അതുമാതിരി അപ്രതീക്ഷിതമായ ധനലാഭങ്ങൾ അച്ഛനമ്മ ഭാഗങ്ങളിൽ നിന്നൊക്കെ ധനലാഭങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ജോലിയിൽ നല്ല പെർഫോമൻസ് ചെയ്യാനും പ്രൊമോഷനൊക്കെ കിട്ടാൻ പറ്റിയ സമയമാണ്. ശനിയെക്കുറിച്ച് പറയുമ്പോൾ 3-ലെ ശനിയെക്കുറിച്ച് പൊതുവെ 3-ലെ ശനി ആരോഗ്യമൊക്കെ ഉണ്ടാക്കുകയും അനുകൂലമായൊരു ഇത് കൊടുക്കുകയാണ് ചെയ്യുക ധനുരാശിക്കാർക്ക്. ഇതെല്ലാമാണ് ധനുരാശിക്കാരെക്കുറിച്ച് പറയാനുള്ളത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായ പുതിയ ജ്യോതിഷ വീഡിയോകൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും. 1200 പുതുവർഷ ഫലം അറിയാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. മകരക്കൂറുകാരുടെ സെപ്റ്റംബർ മാസഫലമാണ് ഇവിടെ പറയുന്നത്. മകരക്കൂറുകാർക്ക് ബുധൻ 7-ലും 8-ലും 9-ലുമാണ് സെപ്റ്റംബർ മാസത്തിൽ സഞ്ചരിക്കുന്നത്. ഇതിൽ 8-ലെ ബുധൻ വളരെ നല്ല ഫലമാണ് തരിക. 23 വരെ 8-ൽ സൂര്യൻ ഉണ്ടാവും, 8-ൽ ബുധൻ ഉണ്ടാവും. ശേഷം ബുധൻ 9-ലേക്ക് മാറും, രാശി മാറും. അപ്പോൾ 23 വരെ ഇവർക്ക് നല്ല സമയമായിരിക്കും. കാര്യവിജയമുണ്ടാവും. കാര്യങ്ങൾ മുന്നിട്ടിറങ്ങുമ്പോൾ അതിൽ വിജയമുണ്ടാവാനുള്ള സാധ്യത കൂടും. അതുമാതിരി വിദ്യാർത്ഥികൾക്ക് പഠിക്കാനൊക്കെ ഒരു ചുറുചുറുക്കും ഇതൊക്കെ ഉണ്ടാവുന്നതായൊരു സമയമായിരിക്കും. പഠിക്കുന്ന റിസൾട്ട് കൂടുതലായിരിക്കും അവരെഴുതുന്ന പരീക്ഷകളിൽ. PSC ഒക്കെ എഴുതുന്നവർക്ക് കിട്ടാൻ സാധ്യതയുള്ളൊരു സമയമായിരിക്കും ബുധനെ കൊണ്ട് പറയുമ്പോൾ, 8-ലെ ബുധനെ കൊണ്ട്. അതുമാതിരി വീട്ടിൽ സന്തോഷം ഉണ്ടാവും. ധനാഗമനമൊക്കെ കൂടുന്നതായി തോന്നുന്നതായ സമയമായിരിക്കും 8-ലെ സൂര്യനെ കൊണ്ട് 23 വരെ മകരം രാശിക്കാർക്ക് സംഭവിക്കാൻ പോകുന്നത്. 8-ൽ സൂര്യൻ പിന്നീട് 23-ന് ശേഷം മകരം രാശിക്കാർക്ക് 9-ലേക്ക് മാറും. അത് ദോഷഫലങ്ങളാണ് അവർക്ക് തരിക. അനാവശ്യമായ പാഴ്ചെലവുകളുണ്ടാവും. അതുപോലെ ശരീരപീഡകൾ, അനാവശ്യമായ അരിഷ്ടതകൾ, അതായത് ഇല്ലാത്ത രോഗങ്ങൾ വരുന്നതായൊരു സാഹചര്യമൊക്കെ വരും 23-ന് ശേഷം. മകരം രാശിക്കാർക്ക് വ്യാഴം 5-ലാണുള്ളത്. 5-ലെ വ്യാഴം ഇവർക്ക് നല്ല ഫലങ്ങളാണ് ചെയ്യുക. പല ഗ്രഹങ്ങളും ദോഷം ചെയ്യുമെങ്കിലും വ്യാഴം നല്ല സ്ഥിതിയിലാണെങ്കിൽ ഒരുപാട് ബാക്കിയുള്ളതെല്ലാം എതിർക്കാൻ ശക്തിയുള്ളൊരു ഈശ്വരാനുഗ്രഹം കിട്ടും. ഈ സമയത്ത് 5-ലെ വ്യാഴം കൊണ്ട് ഇവർക്ക് സുഖങ്ങൾ, പല വിധത്തിലുള്ള സുഖങ്ങളുണ്ടാവും. ധനപരമായ ആഗമനം കൂടും. കാര്യങ്ങളിലൊക്കെ ഒരു വിജയവും കാര്യവിജയം, എവിടെ പോയാലും ഒരു ഉന്നതിയും കാര്യങ്ങളും ഉണ്ടാവും. വിവാഹം നടക്കാതിരുന്നതായ, പല കാലങ്ങളായിട്ട് നടക്കാതിരുന്നതായ ആളുകൾക്ക് വിവാഹം നടക്കാനുള്ള സാധ്യതയുണ്ട്. കുട്ടികളില്ലാത്ത ആളുകൾക്ക് കുട്ടികൾ ഉണ്ടാവാൻ പറ്റിയൊരു സമയമാണ്. അതുമാതിരി നാട്ടിലും നാട്ടുകാരുടെ ഇടയിലും വീട്ടുകാരുടെ ഇടയിലൊക്കെ ഒരു ബഹുമാനം കിട്ടുന്നതായൊരു സമയമാണ്. പൊതുവെ 5-ലെ വ്യാഴം കൊണ്ട് മകരം രാശിക്കാർക്ക് നല്ല അനുഭവങ്ങളായിരിക്കും ഉണ്ടാവുക. അതുമാതിരി വിദ്യാഭ്യാസത്തിനൊക്കെ വിദ്യാർത്ഥികൾക്കൊക്കെ പറ്റിയ സമയമാണ്. വിദേശത്ത് ജോലി തേടുന്നവർക്ക് ജോലി കിട്ടാനും, അതുമാതിരി വിദേശത്ത് UK-ലേക്കും ഇവിടെയൊക്കെ പഠനത്തിന് പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് പോകാൻ പറ്റിയതായ ശരിയാവാൻ സാധ്യതയുള്ള സമയമാണ് 5-ലെ വ്യാഴം കൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ മകരം രാശിക്കാർക്ക്. മകരം രാശിക്കാർക്ക് ശുക്രൻ 9-ലും 10-ലുമായിട്ടാണ് സഞ്ചരിക്കുന്നത്. ഇതിൽ 18 വരെ ഇവർക്ക് നല്ല സമയമായിരിക്കും. ആരോഗ്യപരമായി നല്ല പുഷ്ടി ഉണ്ടാകുന്നൊരു സമയമായിരിക്കും. ഭാഗ്യമൊക്കെ വർദ്ധിക്കുന്നതായി ഫീൽ ചെയ്യും. അതുമാതിരി വാഹനമൊക്കെ വാങ്ങാൻ പറ്റിയ സമയമാണ്. വീട് വാങ്ങാൻ പറ്റിയ സമയമാണ്. കാലങ്ങളായിട്ട് വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വീട് വയ്ക്കാൻ പറ്റിയതൊക്കെയായ സമയമാണ്. കലാകായിക രംഗത്തുള്ളവർക്ക് ശുക്രനെ കൊണ്ട് നല്ല ഗുണങ്ങളൊക്കെ ഉണ്ടാവുന്നതായൊരു സമയമാണ് ചിന്തിക്കുമ്പോൾ. ഈ 18 വരെ. 18-ന് ശേഷം ശുക്രൻ 10-ലേക്ക് വരും. 10-ലേക്ക് വരുമ്പോൾ ദോഷഫലങ്ങളാണ് അവർക്ക് ശുക്രനെ കൊണ്ട് ഉണ്ടാവുക. വീട്ടിലൊക്കെ അനാവശ്യമായ കലഹങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഭാര്യയും ഭർത്താവും അനാവശ്യമായ സൗന്ദര്യപ്പിണക്കങ്ങളും പിണങ്ങിയിരിക്കുന്നതായൊരു സിറ്റുവേഷനും, അനാവശ്യമായ മനക്ലേശങ്ങൾ, ആൾക്കാരൊക്കെ ആയിട്ട് വഴക്കുണ്ടാവുകയും മനക്ലേശം ഉണ്ടാവുകയും അനാവശ്യമായ ദുർച്ചെലവുകൾ ഉണ്ടാവുന്നതായൊരു സിറ്റുവേഷനൊക്കെ ഈ 18-ന് ശേഷം ശുക്രനെ കൊണ്ട് മകരം രാശിക്കാർക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ മകരം രാശിക്കാർക്ക് ശനി 2-ലാണുള്ളത്, 7.5 ശനിയായിട്ട്. അത് ഇവർക്ക് ധനനഷ്ടം ധാരാളമായിട്ട് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുമാതിരി ആരോഗ്യപരമായും ബുദ്ധിമുട്ടുകളാണ് ഇവർക്ക് ഉണ്ടാക്കാൻ സാധ്യത ശനിയെ കൊണ്ട്. മകരം രാശിക്കാർക്ക് ചൊവ്വ നല്ല സ്ഥാനത്താണ് നിൽക്കുന്നത്, 6-ാം സ്ഥാനത്ത്. ധനം കിട്ടാൻ സാധ്യതയുണ്ട്. അതുമാതിരി
ധനാഗമനത്തിന് സാധ്യത പോലെ തന്നെ പുതിയ ഭൂമി വാങ്ങാനും ഭാഗം വെച്ച് ഭൂമി കിട്ടാനും ഭൂമിപരമായ ലാഭം ഉണ്ടാവാനും ഉള്ള സമയമാണ് ചൊവ്വ. 6-ലെ ചൊവ്വയെ കൊണ്ട് നമ്മൾ പറയാം. ആരോഗ്യപരമായ മെച്ചങ്ങളുണ്ടാവും. ശത്രുക്കൾ നമ്മൾക്ക് ചെയ്യുന്നതായതൊന്നും ഏൽക്കാതിരിക്കുന്നതായ ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. അതുമാതിരി പുതിയ വസ്തുക്കൾ വാങ്ങാനും സുഖഭോഗ വസ്തുക്കൾ വാങ്ങാനൊക്കെ ഉണ്ടാവുന്നതായൊരു സിറ്റുവേഷനായിരിക്കും 6-ലെ ചൊവ്വയെ കൊണ്ട് ഇവർക്ക് കിട്ടുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായ പുതിയ ജ്യോതിഷ വീഡിയോകൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും. 1200 പുതുവർഷ ഫലം അറിയാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. കുംഭക്കൂറുകാരുടെ സെപ്റ്റംബർ മാസഫലമാണ് ഇവിടെ പറയുന്നത്. കുംഭക്കൂറുകാർക്ക് ചൊവ്വ 5-ലാണ്. 5-ലെ ചൊവ്വ കുംഭക്കൂറുകാർക്ക് ദോഷം ഫലങ്ങളെയാണ് പ്രദാനം ചെയ്യുക. സന്താനപരമായ ദോഷങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വീട്ടിൽ വഴക്കുണ്ടാവാനും അനാവശ്യമായ തർക്കങ്ങൾ ഉണ്ടാവാനും വഴക്കുകൾക്കും സാധ്യതയുണ്ട്. ശത്രുക്കൾ ചെയ്യുന്നത് ഫലിക്കുന്നതായ സിറ്റുവേഷൻസൊക്കെ വരാം. അനാവശ്യമായ പേടികൾ ഉണ്ടാവാം, രോഗങ്ങളെ കൊണ്ടുള്ള പേടികൾ. അതുമാതിരി അനാവശ്യമായ നഷ്ടവും ഈ 5-ലെ ചൊവ്വയെ കൊണ്ട് കുംഭക്കൂറുകാർക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ട്. കുംഭക്കൂറുകാർക്ക് ബുധൻ 6-ലും 7-ലും 8-ലുമായിട്ടാണ് സഞ്ചരിക്കുന്നത്. സെപ്റ്റംബർ മാസത്തിൽ 6-ലും 8-ലും ബുധനെ കൊണ്ട് കുംഭക്കൂറുകാർക്ക് നല്ല ഫലങ്ങളാണ് വരാൻ കിട്ടുക. അതുപോലെ 7-ലെ ബുധനെ കൊണ്ട് കുംഭക്കൂറുകാർക്ക് ദോഷമായിരിക്കും സംഭവിക്കുക. ദോഷഫലങ്ങളാണ് കിട്ടുക. 23-ാം തീയതി വരെ 7-ലുണ്ടാവും. 23-ാം തീയതിക്ക് ശേഷം 8-ലായിരിക്കും. 23-ാം തീയതി വരെ കുറച്ച് ദോഷങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ മടി കാണിക്കുക, അതുപോലെ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക് കിട്ടാൻ ബുദ്ധിമുട്ട് വരിക, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും അരിഷ്ടതകളും 7-ലെ ബുധനെ കൊണ്ടുണ്ടാവും. അതേസമയം 6-ലും 8-ലും ബുധനെ കൊണ്ട് എന്ത് കാര്യത്തിന് മുന്നിട്ടിറങ്ങിയാലും കാര്യവിജയം ഉണ്ടാവുക, എന്തിനും ഒരു കേപ്പബിലിറ്റി, നിപുണത വരുന്നതായ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുക, സുഖം, മനസ്സിന് സന്തോഷങ്ങളൊക്കെ ഉണ്ടാവുക. അതുപോലെ ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യുന്നവർക്ക് കിട്ടാനൊക്കെ പറ്റിയ സമയമാണ് 6-ലും 8-ൻ്റെയും ബുധനെ കൊണ്ടുണ്ടാവുക 23-ന് ശേഷം. അതുപോലെ കുംഭക്കൂറുകാർക്ക് വ്യാഴം 4-ലാണ് സഞ്ചരിക്കുന്നത്. 4-ലെ വ്യാഴം കൊണ്ട് അവർക്ക് നല്ല ഫലങ്ങളല്ല കിട്ടുക. 4-ലെ വ്യാഴം കൊണ്ട് കുംഭക്കൂറുകാർക്ക് വീട്ടിൽ അസ്വസ്ഥതകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അനാവശ്യമായ യാത്രകൾ, അലച്ചിലുകളൊക്കെ വേണ്ടി വരാം. മനക്ലേശങ്ങൾ, ഇഷ്ടമില്ലാത്ത വാർത്തകൾ കേൾക്കേണ്ടതായ സിറ്റുവേഷൻസ് വരാം. ബന്ധുക്കളുടെ വൃത്തത്തിൽ നിന്ന് തന്നെ അനാവശ്യമായ വഴക്കുകളും വാക്തർക്കങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. 4-ലെ വ്യാഴം കൊണ്ട് കുംഭക്കൂറുകാർക്ക് സാധ്യതയുള്ള സമയമാണ്. കുംഭക്കൂറുകാർക്ക് ശനിയുള്ളത് ജന്മത്തിലാണ്. ജന്മത്തിലെ ശനി ദോഷമാണ് പൊതുവെ. അവർക്ക് അനാവശ്യമായ അഗ്നിഭയത്തിനുള്ള സാധ്യതയുണ്ട്. അഗ്നിയൊക്കെ ആയിട്ട് ഇടപഴകുമ്പോൾ അവർ ശ്രദ്ധിക്കണം. അതുപോലെ ആരോഗ്യപരമായി ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. കാര്യതടസ്സങ്ങളും ജന്മത്തിലെ ശനി കൊണ്ട് കുംഭക്കൂറുകാർക്ക് വരാൻ സാധ്യതയുണ്ട്. ശുക്രൻ കുംഭക്കൂറുകാർക്ക് സെപ്റ്റംബറിൽ 8-ലും 9-ലുമായിട്ടാണ് സഞ്ചരിക്കുന്നത്. 8-ലെ ശുക്രനും 9-ലെ ശുക്രനും ഇവർക്ക് നല്ല ഫലങ്ങളാണ് ചെയ്യുക. കുംഭക്കൂറുകാർക്ക് അവർക്ക് 8-ലെയും 9-ലെയും ശുക്രൻ ധനലാഭങ്ങൾ ഉണ്ടാക്കും. സന്തോഷ വാർത്തകൾ കേൾക്കാനിടവരും. പുതിയ വീട് വാങ്ങാൻ, വാഹനങ്ങൾ വാങ്ങാൻ വളരെ കാലമായിട്ട് ആഗ്രഹിച്ച പല കാര്യങ്ങളും നടക്കും. പൊതുവെ സുഖം തരുന്നൊരു ഗ്രഹമാണ് ശുക്രൻ. ശുക്രനെ കൊണ്ട് സർവ്വസുഖങ്ങളും ഇവർക്ക് ഈ 8-9-ലെ ശുക്രനെ കൊണ്ട് കുംഭക്കൂറുകാർക്ക് ഉണ്ടാവും. പൊതുവെ 9-ലെത്തുമ്പോൾ ഭാഗ്യം കൂടുന്നതായ ഒരു സിറ്റുവേഷൻ കാണാൻ പറ്റും. ഭാഗ്യപരമായി ധനാഗമനം ഉണ്ടാവുക, ജോലി കിട്ടുക, അതിനുള്ള സിറ്റുവേഷൻ ഉണ്ടാവും. കലാകായിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് 8-ലും 9-ലും ശുക്രനെ കൊണ്ട് നല്ല സമയമായിരിക്കും പ്രദാനം ചെയ്യുക. കുംഭക്കൂറുകാർക്ക് സൂര്യൻ 7-ലും 8-ലുമായിട്ടാണ് സഞ്ചരിക്കുന്നത്. 17 വരെ 7, പിന്നെ 8. സൂര്യൻ അനുകൂലമായ സിറ്റുവേഷൻ അല്ല. 2 ഇതിലും അത് നമുക്ക് ദോഷമാണ് ചെയ്യുക കുംഭക്കൂറുകാർക്ക്. പൊതുവെ അനാവശ്യമായ അലച്ചിലുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. വയറുവേദനകളുണ്ടാവാം, തലവേദനകളുണ്ടാവാം ഈ സമയത്ത്. അതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ
നമ്മൾ ഇരട്ടി ചെയ്താലേ റിസൾട്ട് കിട്ടുമെന്നുള്ളൂ എന്നുള്ള സിറ്റുവേഷൻ ഉണ്ടാവും. 2-3 വട്ടമൊക്കെ പോകേണ്ടി വരുന്ന അവസ്ഥകൾ കമിതാക്കൾ തമ്മിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. അതുമാതിരി വീട്ടിൽ ഭാര്യയായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. ശത്രുക്കളുടെ ശല്യമൊക്കെ ഉണ്ടാവാം ഈ സമയത്ത് സൂര്യൻ്റെ സഞ്ചാരപഥം കൊണ്ട് കുംഭക്കൂറുകാർക്ക്. ഇതാണ് കുംഭക്കൂറുകാരെ കുറിച്ച് പറയാനുള്ളത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായ പുതിയ ജ്യോതിഷ വീഡിയോകൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും. 1200 പുതുവർഷ ഫലം അറിയാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. മീനം രാശിക്കാരുടെ സെപ്റ്റംബർ മാസഫലമാണ് ഇവിടെ പറയുന്നത്. മീനം രാശിക്കാർക്ക് സെപ്റ്റംബറിൽ ചൊവ്വ 4-ലാണ് സഞ്ചരിക്കുന്നത്. ഇതിവർക്ക് നല്ല ഫലങ്ങളല്ല കൊടുക്കുക. ശത്രുക്കൾ കൂടുന്നതായൊരു സിറ്റുവേഷൻ ഉണ്ടാവാം. ധനാഗമനത്തിന് തടസ്സങ്ങൾ വരുന്നതായൊരു സാഹചര്യം ഉണ്ടാവാം. അതുമാതിരി വാഹനങ്ങൾ ഓടിക്കുമ്പോൾ സൂക്ഷിക്കേണ്ടതായുണ്ട്. തട്ടലോ മുട്ടലോ ഒക്കെ ഉണ്ടാവാം. മ്ലേച്ഛന്മാരായ ആൾക്കാരുമായിട്ട് കൂട്ടുകൂടുന്നത് വഴി അപമാനങ്ങൾ ഉണ്ടാകുന്നതായ സിറ്റുവേഷൻ ഉണ്ടാവാം. ജോലിയിൽ ട്രാൻസ്ഫറും സിറ്റുവേഷനൊക്കെ ഉണ്ടാവാൻ 4-ലെ ചൊവ്വ കൊണ്ട് സാധ്യതയുണ്ട്. മീനം രാശിക്കാർക്ക് ശുക്രൻ 7-ലും 8-ലുമായിട്ടാണ് സെപ്റ്റംബറിൽ സഞ്ചരിക്കുന്നത്. 18 വരെ 7-ലും പിന്നീട് 8-ലുമാണ് പറയുന്നത്. 18 വരെ ദോഷ സമയമാണ് ശുക്രനെ കൊണ്ട് മീനം രാശിക്കാർക്ക് ഉണ്ടാവുക. അനാവശ്യമായ പാഴ്ചെലവുകൾ ഉണ്ടാവും. നമ്മുടെ ലവേഴ്സൊക്കെ തമ്മിൽ അടിപിടി, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അടിപിടി, അതൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുമാതിരി നമ്മൾ വിചാരിക്കാത്ത പോലുമായ കാര്യങ്ങൾ നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ അപവാദങ്ങൾ പറഞ്ഞു വരുത്താനുള്ള സാധ്യതയും ശുക്രനെ കൊണ്ട് 18 വരെ മീനം രാശിക്കാർക്കുണ്ട്. 18-ന് ശേഷം ശുക്രൻ നല്ല സിറ്റുവേഷനിൽ വരും. 8-ലെ ശുക്രൻ സന്തോഷം, സുഖം, ധനാഗമനം ഉണ്ടാവും. പ്രതീക്ഷിക്കാതെയുള്ള ധനാഗമനങ്ങൾ, അതുമാതിരി ജോലി അന്വേഷിച്ച് നടക്കുന്നവർക്ക് ജോലി കിട്ടാനുള്ള സാധ്യത, വീട്ടിൽ പൊതുവെ ഒരു സമാധാനപരമായ അന്തരീക്ഷം, വാഹനം വാങ്ങാനുള്ള ഒരു സാധ്യത, വീട് വയ്ക്കാനുള്ളൊരു സാധ്യത, പ്രോപ്പർട്ടിയൊക്കെ വാങ്ങാൻ ഉദ്ദേശിച്ചവർക്ക് കിട്ടാനുള്ള സാധ്യത. ശുക്രൻ പൊതുവെ സുഖലോലുപത്തിൻ്റെ ഗ്രഹമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള സുഖങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യത 18-ന് ശേഷം മീനം രാശിക്കാർക്കുണ്ട്. മീനം രാശിക്കാർക്ക് സൂര്യൻ 6-ലും 7-ലുമായിട്ടാണ് സെപ്റ്റംബർ മാസത്തിൽ സഞ്ചരിക്കുന്നത്. ഇത് 16 വരെ 6-ലും ശേഷം 7-ലും എന്നുള്ള രീതിയിലാണ് വരിക. 16 വരെ സൂര്യനെ കൊണ്ട് ഇവർക്ക് ഗുണങ്ങൾ ഉണ്ടാവുന്നതായ ഒരു സമയമായിരിക്കും മീനം രാശിക്കാർക്ക്. പൊതുവെ മനസ്സിന് സന്തോഷമുള്ള കാര്യങ്ങൾ കേൾക്കാനും മനസ്സിനൊരു ഉന്മേഷവും സന്തോഷവും വരാൻ അത് കാര്യമാവും. അസുഖങ്ങളൊക്കെ ഉള്ളവർ, രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവർക്ക് അത് മാറാനുള്ള സാധ്യതകളുണ്ട്. സമൂഹത്തിൻ്റെ ഇടയിൽ ഒരു കീർത്തി, അതുമാതിരി ആൾക്കാരുടെ ഇടയിൽ ഒരു റെസ്പെക്റ്റൊക്കെ ഉണ്ടാവാനുള്ള സമയമാണ് 6-ലെ സൂര്യനെ കൊണ്ട്. അതുമാതിരി എന്ത് കാര്യത്തിന് നമ്മൾ ഇറങ്ങുകയാണെങ്കിലും അത് നടക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. 16-ന് ശേഷം സൂര്യൻ 7-ലേക്ക് മാറുമ്പോൾ ഇവർക്ക് വളരെ ദോഷഫലങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും മീനം രാശിക്ക്. വീട്ടിലെ സമാധാനം നഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. അനാവശ്യമായ പാഴ്ചലകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുമാതിരി തന്നെ ശത്രുക്കൾ ചെയ്യുന്നത് നമ്മളിലേക്ക് ഏൽക്കുന്നതായൊരു സിറ്റുവേഷൻ കാണാൻ പറ്റും. അനാവശ്യമായ കാര്യങ്ങൾ ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കുന്നതായൊരു സിറ്റുവേഷൻ കാണാൻ പറ്റും. അനാവശ്യമായ രോഗങ്ങൾ പിടിപെടാനുള്ളതായ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെയാണ് 7-ലെ സൂര്യൻ കൊണ്ട് മീനം രാശിക്ക് പറയാനുള്ളത്. മീനം രാശിക്ക് ഇപ്പോൾ ഏഴരശനി നടക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ അനാവശ്യമായ പാഴ്ചെലവുകൾ ഉണ്ടാവും. അനാവശ്യമായ രോഗസാധ്യതകളുണ്ട്. തട്ടൽ, മുട്ടൽ, ഒടിവ്, ചതുവ് അങ്ങനെയുള്ള സിറ്റുവേഷൻസൊക്കെ ഉണ്ടാവാം. അതുപോലെ തന്നെ മീനം രാശിക്ക് വ്യാഴം 3-ലാണ് നിൽക്കുന്നത്. 3-ലുള്ള വ്യാഴം ദോഷഫലങ്ങളാണ് പറയുന്നത്. അനാവശ്യമായ പാഴ്ചെലവുകൾ ഉണ്ടാവാം. അതുമാതിരി തന്നെ EMI ലോൺ എടുക്കേണ്ടതായൊക്കെ അവസ്ഥകൾ വരാം. അതുപോലെ ദൂരയാത്രകൾക്ക് സാഹചര്യങ്ങളുണ്ടാവാം. വിദ്യാർത്ഥികൾക്ക് പൊതുവെ പഠിക്കാൻ കുറച്ചൊരു മാന്ദ്യം കാണിക്കുന്നതായൊക്കെ കാണാൻ പറ്റും. മീനം രാശിക്കാർക്ക് ബുധൻ 5-ലും 6-ലും 7-ലുമായിട്ടാണ് സെപ്റ്റംബറിൽ സഞ്ചരിക്കുന്നത്. മീനം രാശിക്കാർക്ക് ബുധൻ 5-ലും 6-ലും 7-ലുമായിട്ടാണ് സഞ്ചരിക്കുന്നത്. ഇതിൽ 6-ലെ ബുധൻ വളരെ നല്ല ഫലങ്ങൾ കൊടുക്കും. 7-ലെ ബുധൻ ദോഷമാണ് ചെയ്യുക. 23-ാം തീയതി വരെ 6-ലായിരിക്കും ബുധൻ.
ബുധൻ കാര്യവിജയം ഉണ്ടാക്കും. എന്ത് കാര്യത്തിലും മുന്നിട്ടിറങ്ങിയാൽ നല്ല റിസൾട്ട് കിട്ടും, ഭാഗ്യം കൂടും. അതുമാതിരി ജോലിയൊക്കെ അന്വേഷിക്കുന്നവർക്ക് കിട്ടാൻ സാധ്യത കൂടും. വിദ്യാർത്ഥികൾക്കൊക്കെ പരീക്ഷാ വിജയം, അതുമാതിരി PSC ഒക്കെ എഴുതുന്നവർക്ക് കിട്ടാൻ സാധ്യത കൂടും. വിദേശത്തേക്കൊക്കെ ജോലി അന്വേഷിക്കുന്നവർക്കും വിദേശത്തേക്ക് വിദ്യാഭ്യാസത്തിന് UK-ലേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നതായ ആളുകൾക്ക് അത് പോകാൻ പറ്റാൻ സാധ്യതയുള്ളൊരു സമയമാണ്. പൊതുവെ ബിസിനസ്സിലൊക്കെ പ്രോഫിറ്റൊക്കെ കൂടുന്നതായി കാണാൻ പറ്റും ഈ 6-ലെ ബുധൻ കൊണ്ട് മീനം രാശിക്കാർക്ക്. അതിനുശേഷം പക്ഷേ കുറച്ച് ദോഷമുള്ള സമയമാണ് 7-ലേക്ക് വരുമ്പോൾ ശത്രുക്കളുടെ ശല്യം ഉണ്ടാകുന്ന സിറ്റുവേഷൻ ഉണ്ടാവും. വിദ്യാർത്ഥികളൊക്കെ പഠിക്കാൻ മടി കാണിക്കുന്നതായ സാഹചര്യം ഉണ്ടാവും. അങ്ങനെ കുറച്ച് അരിഷ്ടതകൾ ആ സമയത്ത് ഉണ്ടാവുന്നതായിരിക്കും. ഇതൊക്കെയാണ് നമുക്ക് മീനം രാശിക്കാരെ കുറിച്ച് പറയാനുള്ളത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായ പുതിയ ജ്യോതിഷ വീഡിയോകൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും. 1200 പുതുവർഷ ഫലം അറിയാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക.